പൊന്നിളം കൈ വീശി നീ കൂടേറിപ്പോയില്ലേ വെള്ളാരം കണ്ണിൽ നിന്നു മുങ്ങി വന്ന മാക്രി നീ ജോക്കി ഒരു മിനിറ്റ് ജോക്കി ഞാൻ ഫേസ് ക്യാം ഒന്ന് കുറച്ചോട്ടെ അല്ലേലും ഇവിടെ എന്റെ തിരുമോന്ത കാണാൻ വരുത്താനും താല്പര്യമില്ല ഫേസ് ക്യാം ജയിച്ചു കൂടുതലാ ഏതെങ്കിലും പെൺ സ്ട്രീമർ ആണെങ്കിൽ ക്യാമറ ഫുൾ സ്ക്രീൻ ആക്കി വെക്കുവോ ഗെയിമിന്റെ സ്ക്രീൻ ഇല്ലേലും കുഴപ്പമില്ല വെള്ളം തരുവോ മോനെ കേക്കുന്നില്ലേ ഇപ്പൊ കേക്കാം ഇന്ന് മറ്റേ ആർപ്പ് കഴിഞ്ഞിട്ട് മറ്റേ സാധനം എല്ലാവർക്കും നീ ആ ബട്ടൺ മാറ്റി വെച്ചോ കേട്ടാ ലക്ഷ്മി നീ ഇന്നലെ തൊട്ട് നീ വന്ന് ഇടിക്കാൻ തുടങ്ങണ കേട്ടാ ഇന്ന് കഴിഞ്ഞിട്ട് മറ്റേ കളിക്കണേ ഒരു അരമണിക്കൂർ എല്ലാരും ജോക്കി എനിക്ക് രാവിലെ 6 മണിക്ക് പോണം 6 മണിക്ക് ഇതൊക്കെ ഓവർ അല്ലേ ഇതൊക്കെ 6 മണിക്ക് ഞാൻ അവിടെ എത്തണം ജോക്കി ഒരു ദിവസത്തെ ഞാൻ ഒരു കാര്യം ചെയ്യാം ജോക്കി ഒരു ദിവസത്തെ ക്യാമറ റെന്റ് 1.25 ലക്ഷം 2 ലക്ഷം രൂപ റെഡിന് ജോക്കി ഒരു 2 ലക്ഷം രൂപ തന്നാല് നമ്മൾ ഒരു ദിവസം എക്സ്റ്റെൻഡ് ചെയ്യാം എന്നിട്ട് നമുക്ക് ഒരു ഉച്ച കഴിഞ്ഞ് രാത്രിയിലോ എല്ലാം ഷൂട്ട് തുടങ്ങാം ഒരു 2 ലക്ഷം രൂപ ജോക്കി എന്റെ അക്കൗണ്ടിലോട്ട് ഇപ്പൊ അയക്കണം പ്ലീസ് ഞാൻ ഒരു കാര്യം ചെയ്യുക ഒരു പാക്കറ്റ് ഷഡിയും ഒരു 10 നൂഡിൽസും ഷഡി നൂഡിൽസിനെ പറ്റി പറയല്ലേ ജോക്കി ഷഡി നൂഡിൽസ് പറഞ്ഞാൽ അതിലൊരു ലെഗസി ഉണ്ട് അത് കളയരുത് പ്ലീസ് പിന്നെ ഞാൻ എങ്ങനെയാണ് ഒരു ദിവസം കൊണ്ട് 2 ലക്ഷം രൂപ ഉണ്ടാക്കത്തേ എന്നെ കൊണ്ടൊക്കെ പറ്റില്ല അതാ ഞാൻ പറഞ്ഞത് പാടുള്ള പരിപാടിയാണ് വീരപ്പൻ മോബിയാണ് ഇത് നീയൊക്കെ എന്താണ് എല്ലാരും ഈ മാസ്ക് തന്നെ വെച്ചോണ്ട് നടക്കണേ നമ്മള് പണ്ട് ഇതായിരുന്നു എല്ലാരും നിന്റെ മുടി മോബി നിന്റെ മുടി ഇങ്ങനെ ആയിരുന്നോടാ നേരത്തെ അല്ല നേരത്തെ ഇതല്ലായിരുന്നു പണ്ടത്തെ മുടി എടുത്തിട്ടാണ് പണ്ട് ആണല്ലേ അതാണ് എനിക്ക് ആള് മാറിപ്പോയത് നാളെ രാവിലെ 6 മണിക്ക് ശുഭമുഹൂർത്തത്തിൽ തുടങ്ങും എത്ര മണിക്കൂറുണ്ട് ഷൂട്ട് രാത്രി 12 മണി വരെ 11 മണി 10-11 മണി വരെ ധർമാജി അല്ലേ മെയിൻ റോള് ധർമാജിയാണ് പിന്നെ ചന്ദ്രബോസ് ഇത് നീകൻ ഇത് നീകൻ ഇത് ഈ ഡ്രസ് 11 വരെ വന്നോളൂ ബാക്കിയുള്ളവരൊക്കെ എന്ത് ചെയ്യേ ഹലോ റേഡിയോ ഞാൻ കണക്ട് കണക്ട് റേഡിയോ അസൻസിയോ ഹലോ അസൻസിയോ എവിടെ ഉണ്ടോ അസൻസിയോ അസൻസിയോ എന്ത് അസൻസിയോ എടാ നീ വന്നേ അസൻസിയോ നീ ഇവിടെ കേറിട്ട് എത്ര ദിവസമായി നീ ഇവിടെ കേറിട്ട് എത്ര ദിവസമായി 2 ആഴ്ച ഞാൻ നിന്നെ കണ്ടില്ല ഇതുവരെ ചന്ദ്ര കൈവാക്കിന്ന് മാറിയിരിക്കാം ചിലപ്പോ അടിക്കുന്നുണ്ടേ നീ എലിയായിട്ട് പോയി ഫോട്ടോ എടുത്തോടാ നിന്റെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് എന്താടാ അത് കാര്യം എടാ നീ ഇത്ര നാളായിട്ട് എന്റെ കൂടെ ഒരു ഫോട്ടോ എന്തുവാടാ ഗാന്ധാരിയാണോ കണ്ണും പൂട്ടി കട്ടി വെച്ച് നടക്കാൻ എന്റെ പേരെന്തായിരുന്നു എച്ച് വെച്ച് അത് തന്നെ ഞാൻ നിന്നെ ഫോളോ ചെയ്തിട്ടുണ്ട് 40 ഫോളോവേഴ്സ് നിനക്ക് എനിക്ക് 5 ഉള്ളു ഫോളോവേഴ്സ് എടാ അത് തമാശയായിരുന്നു ഇത് നമുക്ക് ശ്രേയ റിയ ഒലിവിയ മറിയു മാളുക്കുട്ടി എല്ലാ എല്ലാ പെണ്ണുങ്ങളും അലീന ഇൻസ്റ്റാഗ്രാമാ അലീന ഒന്നും ചന്ദ്രനെ പോലെ ഫോളോ ചെയ്തിട്ടില്ല അലീന ഒന്നും അണ്ണന്റെ പേര് വെച്ച് 2 അക്കൗണ്ട് ഉണ്ടല്ലോ പരിന്തുവാസം എന്ന് പറഞ്ഞ 2 അക്കൗണ്ട് അതില് DP ഇല്ലാത്തതാണ് എന്റെ അക്കൗണ്ട് DP ഇല്ലാത്ത 10 ഫോളോവേഴ്സ് 3 ഫോളോയിങ് ഉള്ള ഞാൻ 3 പേരെ ഫോളോ ചെയ്തിട്ടുള്ളൂ ഒന്ന് അസൻജിയോ ഒന്ന് ഇറ്റാജിയോ ഒന്ന് എലക്സ് കേട്ടില്ല
വേണം. ആരാടാ ഇതൊക്കെ അത് ഡുണ്ടുവാണ് ഒരു സ്ഥലം വരെ പോണം അർജന്റ്. എവിടെ ഒരു സ്ഥലം വരെ പോണം അർജന്റ്. മോബി ജുഗ്രു എടാ മോബി ജുഗ്രു മാത്രം എന്നിട്ട് എന്നെ ഫോളോ ചെയ്തോളൂ എടാ ഞാൻ ചെയ്തണ്ണ അണ്ണനെ ഇതിന്റെ വാസു ഒന്ന് പറയണം മോനെ ഇതൊന്ന് പറയടാ ഐഡി എന്റെ ജോഗി എന്റെ ഐഡി എന്താ പരുന്ത് വാസു അത് അതിന്റെ അപ്പുറത്ത് വേറെ ഒരു മിനിറ്റ് ഇത് പരുന്ത് സെർച്ച് ചെയ്തിട്ടൊന്നും വരുന്നില്ലല്ലോ. പരുന്ത് വാസു ടി.വി. വാസു. ഹലോ ഗൈസ് കേൾക്കാൻ പറ്റുന്നുണ്ടോ എന്നെ? ഹലോ അത് കട്ട് ചെയ്തിട്ട് ഒന്നുകൂടെ ഇടണ ബ്ലാക്ക് സ്ക്രീൻ ഇപ്പൊ. അതെ എന്നെ ഒന്ന് ഫോളോ ചെയ്യണം. ഞാനിപ്പോ ഫോളോ ചെയ്തിട്ടുണ്ട്. ഒന്ന് ഫോളോ ബാക്ക് ചെയ്യണം. ജോഗി എന്റെ പ്രൊഫൈൽ കാണിക്കുന്നില്ല. ആരോ ഹാക്ക് ചെയ്തോണ്ട് പോയിന്ന്. അല്ലല്ല ഞാൻ ഫോളോ ചെയ്തിട്ടുണ്ട്. നോട്ടിഫിക്കേഷൻ നോക്ക്. ഇല്ല എനിക്ക് എന്റെ പ്രൊഫൈൽ ക്ലിക്ക് ചെയ്യാൻ പറ്റുന്നില്ല. എഡിറ്റ് പ്രൊഫൈല് ആപ്പ് കത്തി തോന്നുന്നു. എന്റെ ആദ്യത്തെ സിറ്റി പിഎൽ തീർന്നടാ. ജോഗി എന്റെ ആദ്യത്തെ ലൈവ് തന്നെ ഇവിടുത്തെ ഇൻസ്റ്റാഗ്രാം ക്രാഷ് ആയി. ഒരു മിനിറ്റ് ജോഗി ഞാൻ ഓക്കെ അണ്ണു അണ്ണു വരാം അണ്ണോ വരാം വരാം വരാം. രാഗർ ബാക്കിയുള്ളവരോടൊന്ന് കേറാൻ പറഞ്ഞാ. ബാക്കിയുള്ളവരോട് കേറാൻ പറഞ്ഞു. മീറ്റിംഗ് റൂമിലോട്ടൊന്ന് വരാൻ പറഞ്ഞു. എന്താ കേട്ടില്ല എന്താ സാവേജ്? ആ ഓക്കെ എടാ അതല്ല സാവേജ് ഗ്രൂപ്പിലൊന്ന് പറഞ്ഞു എല്ലാവരോടും ഒന്ന് കേറാൻ. 15 പേരോ? 15 പേരല്ല ബാക്കി 15 ഉണ്ട്. എടാ ചന്ദ്ര ഞാനൊരു കാര്യം പറയട്ടെ. അത്തൻസിയോടൊക്കെ സംസാരിക്കുമ്പോ ഒരു വാക്ക് മാറി നിന്ന് സംസാരിച്ചോട്ടോ. 2 രൂപ കാരണം എടുത്തടിക്കോ കേട്ടാ. അവനിപ്പഴും ജീവോട്ടീസോട്ട് കളിക്കണം മനസ്സിലായ? നിന്റെ കണ്ണി തട്ടിയില്ല ചോട്ടാ മുമ്പ്. അളിയാ പയ്യെ പോടാ. ഒരുപാട് പേരുണ്ടാ മുതുക്കിൽ അളിയാ. അല്ല നീ കാണുന്നില്ലെങ്കിൽ നീ അങ്ങ് പയ്യെ ഓടിച്ചാ പോരെ അളിയാ. പയ്യെ ഓടിച്ചാ പോരെ. നീ കൊണ്ടിടിച്ചിട്ട് അയ്യോ അറിയാതെ പറ്റിയതാ സോറി പറയാനാ. ഒരാളെ കാണാൻ വന്നേ ചില്ലായൊന്ന്. അറിയോ നോക്കിയേ. ഹലോ ഞാൻ എണ്ണിക്ക കുട്ടി. ഹലോ 24 മതിയാണോ? കുഴപ്പമില്ല. ഹലോ കുട്ടി. ഹലോ ഷോക്ക് ആയി പേട്ടാ. ഹലോ കുട്ടി. കുട്ടിയുടെ ശബ്ദമില്ല കേട്ടോ. കുട്ടി അണ്ണനെ മാറിയിക്കാൻ പറഞ്ഞേ. എന്താ സക്കീറേ സംസാരിച്ചോണ്ടിരിക്കൂലടാ. യുവർ ബോഡി ടെമ്പറേച്ചർ ഈസ് നൗ സ്റ്റേബിൾ. കത്തിയിട്ടില്ല കുട്ടി. പേര് പറയൂ. പേടിക്കാൻ സംസാരിച്ചോ? നമുക്ക് സംസാരിച്ചൂടി. പോർച്ചുഗൽ ഫാനാണ് കുട്ടി. എന്തുപറ്റി ചന്ദ്ര? എന്തിനാണ് ഇങ്ങോട്ട് കൊണ്ടുവന്നത് എന്നെ? കുട്ടിയുടെ വലിയൊരു ആഗ്രഹമായിരുന്നു അണ്ണനെ കാണണമെന്നുള്ളതെന്ന്. അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ ക്യാറ്റി ചന്ദ്രനടുത്ത്? പറഞ്ഞല്ലേ? ജോഗീനെ കാണണമെന്ന് പറഞ്ഞായിരുന്നു. പറഞ്ഞോ ഓപ്പൺ എല്ലാം പറഞ്ഞു പെട്ടെന്ന് പറഞ്ഞോ. കൊണ്ടുപോകാൻ ആളെ വലിയൊരു പരിപാടി നടക്കാനുള്ള ഇന്ന് ഫാമിലിയിലെ. നമ്പർ തരാം. എന്തെങ്കിലും വിളിച്ചാൽ മതി. പറഞ്ഞേ അല്ല പറഞ്ഞോ ഓസി പറഞ്ഞോ കുഴപ്പമില്ല.
അങ്ങനെയൊന്നുമില്ല പറഞ്ഞോ കുഴപ്പമില്ല കുഴപ്പമില്ല പറഞ്ഞു എന്ത് പറയാ കാറ്റി 3333 എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ മതി കേട്ടാ 3333 ഓക്കെ ഒന്ന് മിസ് കോൾ അടിച്ചിരുന്നാ മതി ഞാൻ നമ്പർ സേവ് ചെയ്ത് വെച്ചിരിക്കാം 3333 ഇത് തന്നെ അത് തന്നെ ഓക്കെ ഇപ്പൊ മിസ് കോൾ അടിച്ചത് കുട്ടിയാണോ അതെ കാറ്റി ആ F1 ഞെക്കി ഒന്ന് ഞെക്കി ഫോൺ ഒന്ന് കൂടുതൽ എടുക്കൂ. അയ്യോ ഫുഡ് സോറി ആള് മാറിപ്പോയി കുഴപ്പമില്ല കാറ്റി സോറി എനിക്ക് നിന്നെ അറിയാം നിന്നെല്ല പറഞ്ഞേ എനിക്കറിയാം ജോക്കി അയ്യോ ജോക്കി ഞങ്ങളുടെ ഗോഡ് ഫാദർ ആണ് അങ്ങനെ വിളിക്കല്ലേ അറിയാന്നോ കുട്ടി എനിക്കെന്നെ അറിയില്ല ജോഗിക്ക് നല്ല പ്രായം പിടിച്ചേട്ടാ വാസോനെ പിടിച്ചേട്ടാ ആളെ പിടിച്ച് വാസുവിനെയൊക്കെ കാണാൻ ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു അതിപ്പോ ഞങ്ങൾ ഇവിടെ നിന്ന് സംസാരിച്ചപ്പോ എന്റെ ആഗ്രഹം സാധിച്ചു തരാന്ന് പറഞ്ഞു അന്നൂനെ പിടിച്ച് അത് കത്തിരിക്ക ഇല്ല അത് ജോഗി നിങ്ങൾ തമ്മിലുള്ള പാസ്റ്റ് എന്താ ചന്ദ്ര എന്ത് എല്ലാ എക്സൈറ്റ്മെന്റും കളയൂട്ടോ അല്ല കാറ്റി അതെന്താ നിങ്ങൾ തമ്മിലുള്ള നമ്മള് തമ്മിൽ കുറച്ച് ബന്ധം ഉണ്ടായിരുന്നു വാസു പണ്ട്. ദിവസം കണ്ട് സംസാരിച്ച് സ്റ്റീവിന്റെ ഗേൾ ഫ്രണ്ടാ പോയ അവിടുന്ന് അത് ഞങ്ങള് ചുമ്മാ കളിപ്പിച്ചല്ലേ എന്തൊരു കൊച്ചേ പറയുന്നു അവിഹിതം എന്നൊക്കെ പറയണ്ട അതെന്നെ കച്ചറെന്ന് പറഞ്ഞോണ്ട് ഞാൻ പറഞ്ഞല്ലേ ഒരു മിനിറ്റ് Follow me on Insta, Destro XD, especially cute girls. എടാ ഡെസ്ട്രോ ക്യൂട്ട് ഗേൾസ് മാത്രം ഫോളോ ചെയ്താൽ നിന്നെ ഞാൻ ഫോളോ ചെയ്താൽ കുഴപ്പമുണ്ടോ? ക്യൂട്ട് ഗേൾസ് ജോക്സ് ഒന്ന് വന്നേ പ്രായമൊക്കെ ആയി. ജോക്സ് എന്താ കേക്കുന്നേ? എടാ ഇത് എടാ ഒരു ദിവസം നമുക്ക് അബദ്ധത്തിൽ കളഞ്ഞു കിട്ടി. നമ്മൾ അബദ്ധമൊക്കെ ആർക്കൊക്കെ പറ്റും, അബദ്ധത്തിലാണ് ഇതൊക്കെ സംഭവിക്കാറുള്ളത്. എടാ ഇത് മറ്റേ നമ്മൾ ഒരു ദിവസം ഇങ്ങനെ തട്ടിക്കൊണ്ട് പോകുന്ന സമയത്ത് നമ്മൾ പരിചയപ്പെട്ട് നമ്മളിങ്ങനെ സംസാരിച്ച തട്ടിക്കൊണ്ട് പോകുമ്പോ അഡ്രസ്സും കല്യാണം കഴിഞ്ഞാണോ നമ്മുടെ പിള്ളേര് അപ്പൊ അതിനകത്ത് കേറിയിട്ട് രക്ഷകനായിട്ട് ആക്ട് ചെയ്ത് ഒരിക്കലും പിന്നെ നമ്മള് കുറച്ച് ബിസിനസ് ജോക്കി ഒരുമാതിരി പരുന്തുവാസം ആവല്ലേ, പെണ്ണിനോട് സംസാരിക്കുന്ന പിടിച്ച ഉടനെ ബിസിനസ് ഡീൽ എന്ന് പറയുന്ന പരിപാടി എന്റെ അടുത്ത് ഇറക്കല്ലേ സത്യമായിട്ടൂടാ. ഇത് ഇപ്പം പഴയ നമ്പർ ആയിരുന്നു കേട്ടോ. അതാണ് പെട്ടെന്ന് കിട്ടാൻ. ഞാൻ കത്രിക്കാന്നാണ് സേവ് ചെയ്തിട്ടേക്കുന്നത്. ഇത് സ്റ്റീവിന്റെ കമ്പനിയാണ്. ഞാൻ ആദ്യമായിട്ടാണ് ജോക്കി ഒരുത്തരം കയറി എടാ നിനക്കെന്നെ അറിയില്ലടാ, നിനക്കെന്നെ അറിയില്ലടാ, പറ എനിക്ക് അറിയത്തില്ലടാ, നിനക്കെന്നെ മനസ്സിലായില്ലടാ. ഇപ്പൊ ഞങ്ങളെ പറ്റി വിളിച്ചതാ, നിനക്കെന്നെ അറിയില്ലടാ, നിനക്കെന്നെ ഒന്നും ഓർമ്മയില്ലാത്തതാ, ഇതൊക്കെയാണ് അവള് ചോദിച്ചത്. ഇപ്പൊ ഞാൻ ആദ്യമായിട്ടാണ് നോക്കിയെടുത്തത്. എന്റെ ഏത് നേരത്താണെന്നോ ഇതൊക്കെ ഒന്ന് സംസാരിക്കാൻ തോന്നി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. എന്റെ പൊന്ന് വാസു കാര്യം നിന്റെ അടുത്ത് പറയാത്ത എന്തെങ്കിലും ഉണ്ടോ ജീവിതത്തിൽ? ഇല്ല. എന്തൊക്കെ എല്ലാവർക്കും പറയാനുള്ള പേഴ്സണൽ കാര്യങ്ങളുണ്ട്. ജോക്കി എന്റെ അടുത്ത് പറയാത്ത ഒരുപാട് കുൽസിതം ജോക്കിക്കുണ്ട്, എനിക്കറിയാതെ. എടാ ഞാനൊരു കാര്യം പറയാം ചന്ദ്ര, എടാ നീ മറ്റേ കൊടുങ്കാറ്റിലെ ആന മാറി നിൽക്കുന്ന സമയത്ത് ഈ കോണാമ്പാറയെ കഥയ്ക്ക് വിളിക്കുന്നത് നീ കൊറേയായി. ഇന്നലെ ഇത് തന്നെയായിരുന്നു. ഇന്നലെ ഞാൻ മര്യാദ ആ കുട്ടിയുടെ ജീവിത അഭിലാഷമാണ് സാധിച്ചു കൊടുത്തത്, മനസ്സിലായില്ലേ? ആ കുട്ടിക്ക് ഭയങ്കര സന്തോഷമായിരുന്നറിയോ? പരിചയപ്പെട്ട സന്തോഷം കയറ്റി. സന്തോഷം. എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് കാണാൻ പരിചയപ്പെടാം ഡീറ്റെയിൽ ആയിട്ട്. ഇന്ന് നമ്മുടെ കുടുംബത്തിൽ ഒരു പരിപാടി നടക്കുന്നത് കൊണ്ട് എനിക്ക് അത്യാവശ്യമായിട്ട് പോകേണ്ടി വരുന്നു.
ഓക്കെ വെക്കോ വെക്കോ ഓക്കെ ഓക്കെ ശരി 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 ഓക്കെ 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 ചന്ദ്ര വാ ചന്ദ്ര വാ പോയിട്ട് വാ പോയിട്ട് പോട്ടെ കുട്ടി പോട്ടെ. അത് അവരങ്ങനെ പോകുമ്പോ രണ്ടുപേരും എല്ലാവരും വിട്ടത് പിടിക്കാതെ വാ ആ വരുവാടാ എന്തില് പുതിയ നമ്പർ ഉണ്ടോ? ഇത് പഴയ നമ്പർ തന്നെയാണല്ലോ. നമ്പർ മാറിയായിരുന്നേ പുതിയ അത് നമ്പർ എന്നെ ആയല്ലോ മറന്നുപോയല്ലേ? ഇല്ല കൊള്ളാം ഞാൻ സേവ് ചെയ്ത് വെച്ചേക്കുന്നത് ഒരു മിനിറ്റ് ഞാനിപ്പോ ഒരു മിസ് കോൾ അടിക്കാം ആ കിട്ടി ശരി ശരി നിങ്ങക്ക് 7373 ആറ് നമ്പറാന്ന് അറിയോ? ഇല്ല അറിയത്തില്ല ഓക്കെ ഓക്കെ ഇല്ല അറിയത്തില്ല വേണം പോ വാ അണ്ണ പോ വാ എല്ലാരും വാ അങ്ങോട്ട് വാ ഗ്യാങ്സിന്റെ ഫ്രണ്ടിലോട്ട് വാ ഓ ഇനി ഇതിന്റെ കീ ഇല്ലാതെ ഇത് ഓടിക്കാൻ പറ്റുമോ? ആ ഓടിക്കാൻ പറ്റും വാ പോയിട്ടോ ഞാൻ വേറെ വണ്ടി കയറാം വിട്ടോ അലീനയുടെ നമ്പറോ? അലീനയുടെ നമ്പർ പറഞ്ഞ വാസു ഞാൻ എടാ പീട വീഡിയോ തരല്ലേടാ കൊല്ലണ്ണ കൊല്ലേ ഇവന്റെ വേണ വരട്ടെ ജോഗി പറ ജോഗി ചന്ദ്രൻ ഉണ്ടോ അതിനകത്ത് ഇല്ല എടാ ഞാൻ ഒരു ദിവസം സ്റ്റീവും എല്ലാരും കൂടെ ഞാൻ ഒരു ദിവസം നിൽക്കുന്ന സമയത്ത് സ്റ്റീവിന്റെ എല്ലാവരുടെയും കൂടെ ഈ കുട്ടി വന്നു. അങ്ങനെ നമ്മൾ സംസാരിച്ചുകൊണ്ട് തിരിച്ച് ഞാൻ ആ കേക്കയുടെ മറ്റേ ഓപ്ഷൻ നടക്കുന്ന സ്ഥലമില്ലേ അവിടെ ഈ പെൺപിള്ളാരെല്ലാം കൂടി ഇട്ടിട്ട് നമ്മുടെ പിള്ളേരെ കൊണ്ട് ഞാൻ തിരിച്ചു പോന്നു. അപ്പൊ ഈ കുട്ടി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു നിങ്ങൾ കാണിച്ചത് എന്ത് മോശമാണ്, എന്ത് അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞ് നമ്മൾ സംസാരിച്ച് കുറച്ച് വഴക്കൊക്കെ ആയിരുന്നു. എന്നിട്ട് ജോണി പറഞ്ഞു ആ കുട്ടിയെ PA ആക്കുന്നതിനോട് താല്പര്യമുണ്ട്. ഗോഡ് ഫാദർ എക്സ്പ്ലെയിൻ ചെയ്യുന്ന കേട്ടാ നമ്മളങ്ങനെ സംസാരിച്ചു വാസു അല്ലാണ്ട് നീ അറിയാതെ കുഴപ്പമില്ല മനസ്സിലായല്ലോ പിന്നെ എനിക്ക് കാര്യങ്ങൾ പക്ഷെ പെട്ടെന്ന് മനസ്സിലായി. വാ ജോഗി വാ ഇവിടെ നിൽക്കാം ഇവിടെ എല്ലാരും ഒന്ന് വരുമോ? ഫ്രണ്ടിലോട്ട് വരുമോ? അകത്തിരിക്കണ്ട ഗ്യാങ്സിന്റെ ഫ്രണ്ടിൽ വാ ഗ്യാങ്സിന്റെ ഫ്രണ്ടില് ഞാൻ നടക്കുക ഞാൻ കഴിച്ചു രോഗി കഴിച്ചായിരുന്നോ? പിന്നെ പറഞ്ഞാ മതി. എടാ എല്ലാരും റേഡിയോ 83 കണക്ട് ചെയ്യടാ. 83 83 നമുക്ക് ഏവിയുടെ കാങ്കോസി പോയി നിൽക്കുന്ന ഈ കോലിയിടെന്ന് പറഞ്ഞു നടക്കുന്ന ചന്ദ്രനൊക്കെ എവിടെ എന്റെ പൊന്നു വാസു അപ്പാപ്പന് ചന്ദ്ര വാടാ അല്ല ചന്ദ്രനൊക്കെ എന്ത് ചെയ്യവനൊന്നും വില്ല ഇവിടെ പിന്നെ ഞാൻ അവിടെ ചാളം ചോട്ടിക്കൊണ്ടിരിക്കണം ഇങ്ങോട്ട് വണ്ടി എടുത്ത് വാങ്ങും കൂട്. ഓ 83 എടാ ആരാടാ ഇതൊക്കെ ചെയ്യണേ ഈ വണ്ടി എടുത്ത് വരുന്നത്? എടാ വണ്ടി ഒന്ന് എടുത്ത് മാറ്റൂടാ അവിടുന്ന് ആ വണ്ടി ഒന്ന് മാറിയുന്ന ആ കുഴപ്പമില്ല എന്റെ അടുത്ത് പറഞ്ഞായിരുന്നു ഓൾറെഡി അപ്പം പറഞ്ഞായിരുന്നു കുഴപ്പമില്ല. അപ്പം നമ്മുടെ എല്ലാവരും എത്തിയിട്ടില്ല എന്നാലും 10-23 പേരുണ്ട് ഇവിടെ. എല്ലാരും അവിടെ നിന്ന് സക്കീറടാ കേറി നിക്കടാ അവിടെ. നീ എന്ത് വെളിയിലോട്ട് നിക്കുന്നേ? അപ്പൊ ഈ വീക്ക് നമ്മള് സ്ലോട്ട് റൊട്ടേഷന്റെ കാര്യം ഇവിടെ പറഞ്ഞിട്ട് തുടങ്ങാം. ഈ വീക്ക് നമ്മുടെ സ്ലോട്ട് റൊട്ടേഷനിൽ തിരിച്ച് എന്താ പറയാ സെക്കൻഡ് SRK അതുപോലെ മെസ്ബോയ് ഗോഗു തിരിച്ച് കയറുന്നുണ്ട്. പ്ലസ് എന്താ നമ്മുടെ വാറ്റ് ഗോഗു കമ്മിങ് ബാക്ക് ടു ലൈനപ്പ് ദിസ് വീക്ക്. ആൻഡ് ഈ വീക്കിൽ വെളിയിലിരിക്കാൻ പോണത് കണ്ണാപ്പി. പണിഷ്മെന്റ് സസ്പെൻഷനാണ് കണ്ണാപ്പി വെളിയിലായിരിക്കും.
പിന്നെ സ്റ്റീവിനും സ്നൈപ്പിനും ഒരാഴ്ചത്തേക്ക് ബാനാണ്. ചിലപ്പോൾ അവർ രണ്ടുപേരും ഉണ്ടാവും. പിന്നെ ബോബോയ്. സോ ഇത്രയും പേരെയാണ് ഈ വീക്കിൽ മാറ്റിയിടുന്നത്. സോ ഇനി ഇവിടെ സ്ലോട്ടിന് കോമ്പറ്റീഷൻ ഉണ്ടാവും. ആ സ്ലോട്ട് നിങ്ങൾ ഏൺ ചെയ്തേ പറ്റുള്ളൂ. അതിൽ ആർക്കും ഒരു പരിഭവം അങ്ങോട്ടും ഇങ്ങോട്ടോ ഇരുന്ന് പറയണത് ഞാൻ കേൾക്കാൻ പാടില്ല ഗൈസ്. ഞാൻ ഇപ്പോഴും പറയുവാണ്, എല്ലാവർക്കും ഓപ്പർച്യൂണിറ്റി കൊടുക്കണം. എന്നാലേ നമുക്ക് ഗ്യാങ്ങിൻ്റെ എക്സിസ്റ്റൻസ് ആണ് നമ്മുടെ എക്സിസ്റ്റൻസ്. അത് എക്സിസ്റ്റ് ചെയ്തില്ലെങ്കിൽ പിന്നെ നമുക്ക് ആ ഒരു വാല്യൂ ഇല്ല. നമ്മളങ്ങനെ നിൽക്കുന്നത് അങ്ങനെയാണല്ലോ. ഇപ്പം ഞാനടക്കം എല്ലാവരും അങ്ങനെ തന്നെ നിൽക്കണമെന്ന് ഞാൻ വിശ്വസിക്കുന്ന ഒരു കാര്യം. അതുകൊണ്ട് ഗ്യാങ് സ്ലോട്ടിന് പ്രയോറിറ്റി കിട്ടണമെങ്കിൽ നിങ്ങളുടെ കോൺട്രിബ്യൂഷൻസ് വലുതായിരിക്കണം. ഗ്രൈൻഡിങ് ആക്ടിവിറ്റി ഇതെല്ലാം വലുതായിരിക്കണം. സോ ആ സ്ലോട്ടിന് വേണ്ടി എല്ലാവരും കോമ്പീറ്റ് ചെയ്യുക. ഓൾ ദ വെരി ബെസ്റ്റ്. അപ്പോൾ നമുക്ക് റിക്രൂട്ട്മെൻ്റ് ഉണ്ട്. റിക്രൂട്ട്മെൻറ്റ് ഒബ്വിയസ്ലി എനിക്ക് ടി വിയിൽ പ്രൗഡായിട്ട് ഞാനിപ്പോൾ പറയാം. നേരത്തെ ഒരു സമയത്ത് ഞാൻ PvP മറ്റേ ഇതെന്ന് പറഞ്ഞ് ഡിഫറൻഷ്യേറ്റ് ചെയ്ത് പറയുമായിരുന്നു. പക്ഷേ ഇപ്പോൾ ഒരു കാര്യമുണ്ട്, ടി വിയിൽ ഇനി എന്ത് ടൈപ്പ് പ്ലെയറിനെ എടുത്താലും അവർ RP കളിക്കും. അതുകൊണ്ട് RP പ്ലെയർ എന്ന് പറഞ്ഞ് എനിക്ക് മെൻഷൻ ചെയ്യേണ്ട ആവശ്യമില്ല. സോ ഒബ്വിയസ്ലി PvP നല്ല പൊട്ടൻഷ്യലും നല്ല കേപ്പബിലിറ്റിയും ഉള്ള ഒരു പ്ലെയർ തന്നെയാണ്. ഞാൻ ആദ്യത്തെ പ്ലെയറിനെ വെൽക്കം ചെയ്യാൻ പോവാണ്. റെഡി അല്ലേ? So we are welcoming Mass Alex Denver to TVA as TVA Alex. Welcome to TVA മോനെ. കൊണ്ടുവാടാ. റെക്കോർഡ് ചെയ്ത് വെച്ചിരിക്കുക. So hi Alex. ഹലോ സുഖമല്ലേ? സുഖമാണ്. നിന്റെ പറച്ചിലൊരു സുഖമില്ലല്ലോ. ഹലോ ബ്രോ, ഹായ്. ലീഡർ ചന്ദ്ര ബോസ്. ഇത് നമ്മുടെ ഗോഡ് ഫാദറും ഗോഡ് ലീഡറുമായ ജോക്കി. ഓക്കെ, നിനക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? മുന്നേ കളിച്ച ഗ്യാങ് MRC. ഓക്കെ, അപ്പൊ പറഞ്ഞോ. നിനക്ക് എന്തെങ്കിലും താങ്ക് യു എല്ലാം പറയണമെങ്കിലോ അങ്ങനെ എന്തെങ്കിലും പറയണമെങ്കിൽ പറയാം. ഓപ്പർച്യൂണിറ്റിയില് സന്തോഷമുണ്ട്. വേറെ ഒന്നും പറയാനില്ല. വേറെ ഇപ്പൊ എന്ത് പറഞ്ഞാലും പ്രശ്നമാ ജോക്കി. എടാ ഓക്കെ, വെൽക്കം. നമുക്ക് അങ്ങോട്ട് പോവാ, അകത്തോട്ട് പോവാ. കേറിക്കോ. ഇനി ഒരാളില്ലേ? ഇനിയുള്ള ഒരാളെ കുറച്ച് കഴിഞ്ഞിട്ട് വിളിക്കുന്നുള്ളൂ, ഇപ്പൊ വിളിക്കുന്നില്ല. വാ, അത് കുറച്ച് കൊമ്പുള്ള ആളാ. ഹൈപ്പ് കൊടുക്കല എനിക്ക് ഇഷ്ടമല്ലേ. ഇല്ല വലിയ ഹൈപ്പ് വേറെ കിട്ടാൻ ഇഷ്ടമല്ല. ഇല്ല അതേ പറഞ്ഞില്ല. വാ അകത്തോട്ട് എല്ലാരും അകത്തോട്ട്. ബോബിനൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. ഓ അങ്ങനെ പറയണല്ലേ. ഒരു താല്പര്യമില്ല ബോബി, ഒരു താല്പര്യമില്ല. നമുക്ക് വെച്ച് ചെയ്തല്ലോ ബോബേ. ബാബുന്നല്ല അതിന്റെ കാര്യം നിങ്ങളോട് പറയാം. അതെന്താ ഞാൻ പറഞ്ഞത്? അത് ഞാൻ പറയാം, എന്താ കാര്യം ഞാൻ പറയാം. എക്സ്പ്ലെയിൻ ചെയ്യും. ഗൈസ്, ഇത് ഞാൻ ഒരു വേറെ കാര്യം പറയാം. ഇത് പർച്ചേസ് ഒന്നും അല്ല. ഇത് പർച്ചേസും മണി ടോക്സും ഒന്നും അല്ല. അതായത് പൊട്ടൻഷ്യൽ ഉള്ള ആൾക്കാർക്ക് നല്ല ഗ്യാങ്ങിൽ കളിക്കണം എന്നുള്ളൊരു ആഗ്രഹം എന്നും ഉണ്ടാവും. ദാറ്റ്സ് ഇറ്റ്. അതിന് മുകളിൽ എനിക്കൊന്നും പറയാനില്ല. വെൽക്കം ടു TVA Alex Denver. ഡോർന്നാണോ? എടാ നിന്റെ സ്പെല്ലിംഗ് കറക്റ്റ് എങ്ങനെയാടാ? അവരെന്ത്
അവൻ കേറിയില്ല, അവൻ അവിടെ നിന്ന് അവനിനി എന്ത് ചെയ്യാൻ റെഡ് മുടി, കട്ട റെഡ്. എനിക്ക് കാണുന്നില്ല അവനെ. ഇതിന്റെ ഇടയിലുണ്ട് ഡോർക്കിയുടെ ബാക്കി. ഹെൽമെറ്റ് കൊള്ളാ. എടാ നിന്റെ കറക്റ്റ് സ്പെല്ലിംഗ് എങ്ങനെയാ? ഹലോ അല്ലേ? എടാ അതല്ല ജോക്കി, അലക്സ്. DUVOR. ആ അപ്പൊ ഞാൻ തെറ്റിച്ചേട്ടാ. വാ 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 ഇന്ന് മുതൽ എടാ ഞാൻ ഓക്കെ, നീ ഓക്കെ അല്ലേ? ഓക്കെ. കറന്റ് സിറ്റുവേഷൻ ഓഫ് സം ഗ്രൂപ്പ്. ഞാൻ പറയാം. എടാ എല്ലാരും സെറ്റിൽഡ് ആയിട്ടിരുന്നേ. കേസ് ഞാൻ ഒരു കാര്യം നിങ്ങളുടെ അടുത്ത് ഇനി പറയാനുള്ള കാര്യം, നോർമലി എല്ലാ വട്ടം ഞാൻ റിക്രൂട്ട്മെന്റ് ചെയ്യേണ്ടി മാറിയെന്ന് കുറച്ച് കാര്യങ്ങൾ പറയണതാ. അത് ഇന്നും അതുപോലെ തന്നെ കൂട്ടിയാൽ മതി. സോ ഈ റിക്രൂട്ട്മെന്റ് എന്ന് പറയണത്, ഈ റിക്രൂട്ട്മെന്റ് ഇപ്പൊ കറന്റ്ലി അങ്ങനെ ഒരു റിക്രൂട്ട്മെന്റ് പ്ലാൻ ഇല്ലായിരുന്നു. പക്ഷേ ഞാൻ പലവട്ടം നോട്ടീസ് ചെയ്തിട്ടുള്ള ഒരു പ്ലെയർ ആണ്. ഭയങ്കര, ഞാൻ എല്ലാ PvP സിനാറിയോസും കാണാറുണ്ട്. പക്ഷെ ഞാൻ TV-യിൽ ആരെയും പോയി അങ്ങോട്ട്, ഞാൻ പറഞ്ഞില്ലേ, ഞാൻ അങ്ങനെ അങ്ങോട്ട് പോയി വിളിക്കാറില്ല. കളിക്കാൻ താല്പര്യം, TV കളിക്കാനുള്ള താല്പര്യമുള്ള പ്ലേയേഴ്സ് നമ്മുടെ അടുത്ത് കോണ്ടാക്ട് ചെയ്ത് പറയുകയാണ് ചെയ്യാറുള്ളത്. മനസ്സിലായോ? അപ്പം നമ്മുടെ സേതു ആണ് എനിക്ക് അലക്സിനെ റെക്കമെൻഡ് ചെയ്തത്. കാരണം ഒരു ദിവസം 8, 9, 10 മണിക്കൂർ TDM ഗ്രൈൻഡ് ചെയ്യണ ഒരു പ്ലെയറാണ് ഈ അലക്സ് എന്ന് പറയുന്ന പയ്യൻ. ആൻഡ് അവന് നല്ല രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരു പ്ലെയറാണ്. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ, അലക്സിനെ നമ്മുടെ അതിനകത്തോട്ട് റെക്കമെൻഡ് ചെയ്ത സമയത്ത്, സേതു റെക്കമെൻഡ് ചെയ്ത സമയത്ത് ഇതുപോലെ അവൻ്റെ കുറേ കാര്യങ്ങളും അവൻ്റെ കുറേ കറണ്ട് സിറ്റുവേഷൻസും കാര്യങ്ങളൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ ഒരു കാര്യമേ പറയുന്നുള്ളൂ, ഈ പറയണത് പോലെ ഒരു റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു ഗ്യാങ്ങിൽ, റെപ്യൂട്ടഡ് എന്ന് പറഞ്ഞാൽ RP വൈസ് ഒന്നും അല്ല, ബട്ട് സ്റ്റിൽ ഇപ്പം നിങ്ങൾ ഈ പ്രശ്നങ്ങളിലൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ഗ്യാങ്ങിൽ കളിച്ചുകൊണ്ടിരുന്ന ഒരു പയ്യനായതുകൊണ്ട് അവൻ്റെ വീട്ടിലും അവൻ്റെ ബാക്കിയുള്ള സ്ഥലങ്ങളിലുമൊക്കെ ഈ പറയണത് പോലെ ഒബ്വിയസ്ലി ചോദ്യം വരും. നിങ്ങൾക്ക് അറിയാമല്ലോ, ഈ പെണ്ണേഴ്സും ഡ്രഗും അതും ഇതുമൊക്കെ ഉള്ളത് കൊണ്ട് ആ ഒരു ടാഗിൽ കളിക്കാൻ ബുദ്ധിമുട്ടുണ്ട് എന്ന് സെൽഫ് റെസ്പെക്റ്റ് ഉള്ള കുറച്ച് പ്ലേയേഴ്സ് അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. മനസ്സിലായോ? അതിലൊരു കൂട്ടത്തിൽ ഇങ്ങനെ കൺഫ്യൂസ്ഡ് സ്റ്റേജിലായിട്ട് നിൽക്കുന്ന കുറച്ച് ആൾക്കാരായിരുന്നു. അതിൽ കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു. അതുകൊണ്ട് അതിൽ ഒരാളാണ് അവൻ. അപ്പം അവന് നല്ലൊരു ഓപ്പർച്യൂണിറ്റി, നല്ലൊരു ഗ്യാങ്ങിൽ കളിക്കണം എന്ന് പറഞ്ഞു. സോ ഞാൻ ഒബ്വിയസ്ലി നോക്കുമ്പം ആക്ടിവിറ്റി വൈസ് ആണെങ്കിലും PvP വൈസ് ആണെങ്കിലും നല്ല കഴിവുള്ളൊരു പ്ലെയർ, പിന്നെ എന്തുകൊണ്ട് എനിക്ക് ഇവിടെ ഒരു ഓപ്പർച്യൂണിറ്റി കൊടുത്തുവിടാ എന്നുള്ളൊരു കാര്യം എനിക്ക് വന്നതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇങ്ങനെ ഒരു ചാൻസ് കൊടുക്കുന്നത്. ബട്ട് സ്റ്റിൽ TV-ക്കകത്ത് ഇത് റൊട്ടേറ്റ് ചെയ്ത് ഇടുക എന്നുള്ളൊരു സാധനം മാത്രമല്ലാതെ എനിക്കിത് കണ്ടിന്യൂസ് മാനേജ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട്. ആൻഡ് എൻ്റെ ക്ലിയർ വിഷൻ എന്ന് പറയുന്നത്, എനിക്ക് PvP അല്ലെങ്കിൽ PvP എന്ന് ഞാൻ പറയണത് ഈ ഗെയിമിൽ വെടിവെക്കാൻ കഴിവുള്ള എല്ലാ അവന്മാർക്കും വേറെ ഏത് ഗെയിം ഇൻസ്റ്റാൾ ചെയ്ത് കൊടുത്താലും അവന്മാർ കളിക്കും. കാരണം അങ്ങനെയാണ്. കാരണം ഇത് PvP, ഇതിനകത്ത് വലിയ കാര്യമില്ലാത്ത എയിം ഉണ്ടായിട്ട്. പക്ഷേ എൻ്റെ വിഷൻ എന്ന് പറയണത് TV ഒരു GTA ഗ്യാങ് അല്ല. TV ഒരു GTA ഗ്യാങ് ആയിട്ട് മാത്രമല്ല എൻ്റെ വിഷൻ. കൂടിപ്പോയാൽ ഞാൻ പറഞ്ഞില്ലേ ഗൈസ്, കുറച്ചുകൂടെ കഴിഞ്ഞ് ഈ ഒരു GTA 6 ഒക്കെ ഇറങ്ങാൻ പോവാണ്. പ്രീ ബുക്കിംഗ് വന്നു കഴിഞ്ഞു. ഇതിനി ഉടനെ ഈ പറയണത് പോലെ ഇതിൻ്റെ സർവേഴ്സൊക്കെ ചിലപ്പോൾ ഷട്ട് ഡൗൺ ആവാം, ക്ലോസ് ആവാം, എന്ത് വേണം ചെയ്യാം. അതുകൊണ്ട് ഞാൻ ഇപ്പോഴത്തെ എൻ്റെ വിഷൻ കറൻ്റ്ലി PvPക്ക് വേണ്ടി GTA-ക്കകത്ത് കളിക്കാൻ വേണ്ടി മാത്രമല്ല എനിക്ക് പ്ലേയേഴ്സ് വേണ്ടുന്നത്. അപ്പാർട്ട് ഫ്രം ദാറ്റ് എനിക്ക് അതിന് മുകളിലോട്ട് എനിക്കൊരു കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യാനുള്ളൊരു താല്പര്യമുണ്ട്. ആ കമ്മ്യൂണിറ്റിയുടെ ഭാഗമായിട്ടുള്ള ആൾക്കാരായിരിക്കും ഈ പ്ലേയേഴ്സ് എല്ലാവരും. സോ ദാറ്റ്സ് ഇറ്റ്. അത്ര എനിക്ക് പറയാനുള്ളൂ. ഞാൻ വേറെ ഒന്നും ഇതായിട്ട് പറയുന്നില്ല. അവന് ഒരു ഓപ്പർച്യൂണിറ്റി നല്ലത് കിട്ടി. പിന്നെ ഞാൻ വേറൊരു കാര്യം പറയാം. ചിലപ്പോൾ ചില കണ്ടികൾക്ക് ചിലപ്പോൾ ഫ്രസ്ട്രേഷൻ വരും. മീൻസ് ഇവനെ വന്ന് തളർത്തിക്കളയാം, ഇവനെ വന്ന് കമൻ്റ് ഇട്ട് അതാക്കി കളയാം. ഞാൻ ഒരു കാര്യം പറയാം ബ്രോ, കൂടിപ്പോയാൽ കുറച്ച് പേര് വരും. അതിൻ്റെ ഒരു 40 ഇരട്ടി പേര് അവനെ ഇവിടെ ഇന്നും ഇട്ട് സപ്പോർട്ട് ചെയ്യാൻ ഉണ്ടാവും. അപ്പോൾ അത് അറിഞ്ഞിട്ട് വേണം നീയൊക്കെ വന്ന് മെസ്സേജ് ഇടാനും അവൻ്റെ അടുത്ത് ചിലയ്ക്കാൻ വരാനും. ഓക്കെ, അപ്പോൾ എനിക്ക് അത്രേ പറയാനുള്ളൂ. ആ സമയത്ത് നിൻ്റെയൊക്കെ അണ്ണന്മാരുടെ ഇതിനകത്ത് പോയി എന്തെങ്കിലും കമൻ്റൊക്കെ ഇട്ട് അവരെ സന്തോഷിപ്പിക്കാൻ നോക്കുക. വെറുതെ നിങ്ങളുടെ വിലയേറിയ എഫേർട്ട് കളയരുത്. ദാറ്റ്സ് ഇറ്റ്. അപ്പൊ എല്ലാവർക്കും വെൽക്കം ടു സ്ട്രീം. ആ ഇന്നലെ വാർ നടക്കൽ പറഞ്ഞപ്പോഴത്തേക്ക് സിറ്റിയിൽ എവിടെ ഇന്നലെ എല്ലാരും ഇന്നലെ ഒരുത്തനെ കണ്ടില്ലല്ലോ ഇവിടെ. നിനക്കൊക്കെ കയറാൻ പോയൊക്കെ ഞാനുണ്ടായിരുന്നു. എവിടെ എപ്പോ ഉണ്ടായിരുന്നു? എന്റെ ലിസ്റ്റ് ഉണ്ട്, ഞാൻ കാണിച്ചു തരാം. നീ അതിന് ഗ്യാങ് ലോഡിലുണ്ടോ? അല്ലടാ, ഇല്ലെങ്കിലും നമ്മളെ
അതിന്റെ ഇടക്കൂടെ കയറി ഞാൻ ഗോൾ അടിക്കല്ലേ, നിനക്ക് ഗോൾ അടിക്കാനുള്ള പോസ്റ്റ് ഒഴിച്ചു വെച്ചിട്ടുണ്ട്, ഞാൻ നിന്നെ ഇത് കഴിഞ്ഞിട്ട് അടിപ്പിക്കാം. അപ്പൊ അലക്സ് ഒന്ന് വരുമോ? അലക്സ് എന്തിടാ ഇതാണാ? ഓ നിന്റെ മുടിയും ഇത് നിന്നെ മനസ്സിലായി തുടങ്ങണല്ലോ ചേട്ടാ. ചന്ദ്ര ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു കൊടുത്തേ ചന്ദ്ര. ഇവിടത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാരും ഒരു മനസ്സും ഒരു ശരീരവും ഒരു മനസ്സും കുറെ ശരീരങ്ങളാണ്, മനസ്സിലായില്ലേ? നമ്മുടെ ഒരേപോലെ നമ്മൾ ചിന്തിക്കുന്ന എല്ലാരും. ഇപ്പൊ എക്സാമ്പിൾ ഇപ്പൊ ഏബലിന്റെ തന്നെ നമ്മളിപ്പോ ഒരു കാര്യം, അതായത് ഏബലിങ്ങ എടാ കൊട്ടവാസു എന്നെ പറ്റിയിട്ടുണ്ട്. ഇപ്പൊ ഞാൻ ബോസണെന്ന് പറഞ്ഞാൽ ആക്ച്വലി സിറ്റിയിലെ മെയിൻ ഒരു സംഭവം. തോക്ക് വേണേ തോക്ക്, ആരെ പരിചയപ്പെടണമെങ്കിൽ ആൾക്കാരെ പരിചയപ്പെടാം. ബോസൺ എന്ന് പറഞ്ഞാൽ മെയിൻ ആണ്. എന്നെ പറ്റി എന്താ പറഞ്ഞ ഇതാണ് ബ്രോ ഞാൻ പറഞ്ഞത്. അതായത് നമ്മളെല്ലാരും ഒരേ മനസ്സും രായനൊന്ന് ചന്ദ്രനെ പറ്റി 2 വാക്ക് പറഞ്ഞു കൊടുത്തേ. ഞാൻ പറയട്ടാ, നീ പറഞ്ഞു പോലെ ഭൂലോക ഫ്രോഡ് വേറൊരുത്ത ഇല്ല ഈ സിറ്റിയിൽ, സിറ്റിയിലും ഇല്ല. ഒരേ മൈൻഡ് സെറ്റ്. എപ്പോ കഴിഞ്ഞാൽ ഇവിടത്തെ ജട്ടി അടിച്ചു മാറ്റാൻ എല്ലാത്തിലും ഒരു പ്രൈസ് ഉണ്ട്. പിന്നെ ഇവിടെ നിൽക്കണ കസാരയ്ക്കും അവിടെ ഇരിക്കുന്ന ലാപ്ടോപ്പും നിന്റെ മുഖത്തും നിന്റെ കണ്ണാടിക്കും അവനൊരു പ്രൈസ് ഉണ്ട്. എപ്പോ ഒരു PC എടുത്ത വിവാസം ഉണ്ട് ആളല്ലേ? PC എടുത്ത വിവാസം ഉണ്ട് ആളല്ലേ? അതൊക്കെ എന്തിനേ അലക്സ്. അപ്പൊ വെൽക്കം ടു TVA. ഇരിക്കുന്ന എല്ലാരും ഇന്ന് തൊട്ട് നിനക്ക് ബ്രദേഴ്സ് ആയിരിക്കും. ഞങ്ങൾ എല്ലാരും പുറത്തും ഇവിടെ എല്ലാം കൂടെ ഉണ്ടാവും, എന്തിനും ഏതിനും. നമ്മളൊന്ന് ഫിൽട്ടർ ചെയ്തിട്ട് ഇതിന്റെ അകത്തോട്ട് എടുക്കത്തുള്ളൂ കേട്ടോ. നമ്മളൊന്നും നോക്കുന്നില്ല. നീ നമ്മളെ അതെന്താന്ന് വെച്ചാൽ പുതിയൊരു റൂളാണ്. ഗ്യാങ് റിക്രൂട്ട്മെന്റ് കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരാഴ്ചത്തേക്ക് ഗേൾ ഫ്രണ്ടേ പാടില്ല. അല്ല ഒരാഴ്ച ഒരു മാസത്തോളം ആക്കിയത്. അത് നമ്മൾ ഇവിടെ കമ്മിറ്റ്മെന്റോ റിലേഷൻഷിപ്പോ ഒന്നുമില്ല. ഇവിടെ വേറെ കുറെ അവന്മാരുടെ ആക്ടിവിറ്റീസ് കണ്ടത് ഒരു മാസത്തിലോട്ട് എത്തിച്ചു നമ്മള്. ഗ്യാങ് വന്ന് തരിപ്പന്മാര് ഗ്യാങ് ലീഡറിനെ പരിചയപ്പെടുന്നതിന് മുമ്പ് ഗ്യാങ് വന്ന് ഈ ഗ്യാങ്ങിന്റെ ലീഡറിനെ കോ ലീഡറിനെ പരിചയപ്പെടുന്നതിന് മുമ്പ് നാട്ടിലെ സകലമാന പെണ്ണുങ്ങളോടെ പരിചയപ്പെട്ട് സെൽഫി എടുത്തിട്ട് അതിനുശേഷം ഈ റൂള് കൊണ്ടുവന്നേക്കുന്നത്. ഒരു മാസം ഒരു മാസം മോണിറ്ററിംഗ് പീരീഡ് ഉണ്ട്. ആ മോണിറ്ററിംഗ് പീരീഡില് കമ്മിറ്റഡ് ആയാൽ TV എടുത്ത് കളയുന്നതായിരിക്കും മോണിറ്ററിംഗ് പീരീഡ്. അപ്പൊ അലക്സ് വേറൊരു കാര്യം നമ്മള് സാറ്റലൈറ്റ് വഴി അറിഞ്ഞായിരുന്നു, അല്ലാതെ അറിഞ്ഞായിരുന്നു. അലക്സ് ഒരു നല്ല പാട്ടുകാരനാണെന്ന് നമ്മൾ അറിഞ്ഞ്. അപ്പൊ അലക്സ് ഒരു കിടില പാട്ടുകാരനാണ്. അപ്പൊ അലക്സിനെ നമ്മൾ ഒരു പാട്ട് പാടിച്ച് തന്നെ അങ്ങ് തുടങ്ങാം TVയില്. 83 റേഡിയോയിൽ കണക്ട് ചെയ്തൊരു പാട്ട് പാടും. നിനക്ക് ഇഷ്ടമുള്ള പാട്ട് പാടാം. ഹെഡ്ഫോൺ കെവിൻ അടുത്ത ആഴ്ച വരുന്നുണ്ടെങ്കിൽ 4 മാസം കഴിഞ്ഞതിന് ശേഷം സ്ലോട്ടിലിടാം. സംസാരം കേട്ട് ഇന്ന് തരിപ്പ് കേറല്ലോ. പറയൂടെ അല്ലല്ല, ഞാൻ എന്റെ കാര്യം പറഞ്ഞു. എനിക്കാണ് ഇന്നങ്ങ് ഭയങ്കര തരിപ്പ്. എനിക്ക് മൊത്തത്തില് എനിക്ക് കുറെ ആൾക്കാർ ഇവിടെ വന്ന് ചട്ടി കൊട്ടാ വട്ടാ പൊട്ടി എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര പ്രശ്നങ്ങൾ ഇവിടെ. പിന്നെ കാണുമ്പോ തന്നെ എന്തിനു സന്തോഷം അറിയോ? അയ്യോ കഴിക്കാൻ പറ്റിയ സാധനാ. പോയോ? ഹലോ
ഹലോ പാടോ മിണ്ടായിരിക്കും റേഡിയോ പാടിക്കോ തളിർമോഹം വരം മിഴിക്കൊമ്പിൽ കുളിർനാണം കലിവാർന്ന നോവുപാട്ടിൻ തെളിവാർന്ന വാക്കിനുണ്ടോ ഒരു കാവ്യരാഗ ശില്പം എൻ പ്രാണസങ്കടം സാഹബ 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 ഇന്നേതു മേഘതൂതു കാത്തു നിൽപ്പൂ സാഹബ ഇന്നേതു ലോലഗാനം പാടി നിൽപ്പൂ മുന്നിലെ സാഗരം മുഖമായി പറഞ്ഞു പിന്നിലാ ചന്ദനം പിന്നിലോ എന്റെ പൊന്നോ നീ ഇത്ര അടിപൊളിയായിട്ട് പാട്ട് പാടുമായിരുന്നു. ക്ലാസ്സിക്ക് പഠിച്ചിട്ടുണ്ടോടാ? നിന്നെ ഞാൻ ഇവിടെ വെറുതെ PVP ആയിട്ടേ പാട്ടോടെ കഴിവില്ലാതെ വന്നവന്മാർക്ക് ഒരു 2 ദിവസത്തിൽ പെണ്ണ്. ഇവനൊക്കെ നാളെ തൊട്ട് പെണ്ണായിരിക്കും, ഒരു സംശയമില്ല. ഞാനൊക്കെ അവിടെ നിൽക്കുമ്പോ അലക്സ് ഭയങ്കര കിടലോടെ അടിപൊളിയാണ് അടിച്ച് തിരികെ ബോഡി ടെമ്പറേച്ചർ. എടാ നീ പഠിച്ചിട്ടുണ്ട് ഇതെന്താ? ഹലോ എടാ നീ പാട്ട് പഠിച്ചിട്ടുണ്ടോ അലക്സേ? പഠിച്ചിട്ടുണ്ടോ ക്ലാസിക്കൽ? എത്ര വർഷം? 7 വർഷം. ഓ നീ എന്നിട്ട് വേറെ പാട്ടൊന്നും പാടി പോസ്റ്റ് ചെയ്യാറൊന്നുമില്ല? പോസ്റ്റ് ചെയ്യാറൊന്നുമില്ല. ഞാനും പാടാറുണ്ട്. ഡ്യൂറ്റിയോ നീ മറ്റേ റാപ്പ് മറ്റേ തെറിപ്പാട്ടല്ലേ പാടറ? അത് ചെറുക്കൻ്റെ 100% സപ്പോർട്ട് ബാക്ക്. എടാ നീ ഇങ്ങനെ ഇത്രയും കഴിവോ 7 വർഷം പഠിച്ചിട്ടൊക്കെ നീ ഇത് കെട്ടിപ്പൂട്ടി വെച്ചോ കേട്ടോ, എങ്ങും ഇടരുത് കേട്ടാ, ഭദ്രമാക്കി വെച്ചേര്. പക്ഷെ ഇനിയും രക്ഷപ്പെടോ? ഇനിയും ഞാൻ പറഞ്ഞില്ലേ എടാ, ഞാൻ നീ PVP ഒന്നും കളിക്കണ്ട, നീ പാട്ടൊക്കെ പാടി നീ കരിയർ സെറ്റ് ആക്ക് ഫസ്റ്റ്. ഒരു പാട്ട് പാടണേ സാവേജ്, എല്ലാവരുടെ റിക്വസ്റ്റ് ആണ്. ഞാൻ ഗിറ്റാർ പിടിക്കാം. പാട്ട് വെക്കില്ല 21. ഇത് ഞാനല്ല ഇത് വേറെ ആരോ. മറ്റേ മൈക്കില് പാട്ടിടണം. സൗണ്ട് ബോർഡ് എടുക്കാൻ പോയിക്കാ, അതല്ലേ ഇന്റർനെറ്റിലെ. അതാ നാണുണ്ടോടാ നിനക്ക്? നാണല്ലാത്തവനെ. ഗിഫ്റ്റഡ് വോയിസ് അല്ലെങ്കിൽ എന്ത് കിടിലല്ലേ? റേഡിയോ പാടാ സാവേജ്. റേഡിയോയിലില്ല, റേഡിയോ ഇവിടെ ഷൗട്ട് ഇട്ടോ. റേഡിയോയിൽ പിങ്ക്. നീ ശരിക്കും പാടിയില്ല, നിന്റെ മറ്റേ പാട്ട് ഞാൻ ഇടും. ഇതെന്തിരി ബിത്താറുത്? ഹലോ അണ്ണേ മറ്റേ LGBT അത് ഇത് LGBT ഗിറ്റാർ ഇട്ടണ്ണ. ഇതാണ് എല്ലാരും സൈലന്റ് ആയി ഒന്ന് പാടട്ടെ. അഴകോ അല്ലുത്
പന്താരത്തിന്റെ സജീവൻ ഒരു വർഷം ഒരാഴ്ച സസ്പെൻഷനെ നീ അല്ലാതെ ഇതൊക്കെ വിശ്വസിക്കണം നോയിസ് ക്യാൻസലേഷൻ ഉണ്ടാ അത് ഓഫ് ആക്കാദ്യോ മുച്ചിരി പാടാണോ ഇതിലെ? നല്ല രസമുണ്ട് നല്ല രസമുണ്ട് നല്ല രസമുണ്ട് മുച്ചിരി ഒന്ന് പാടിക്കൊടുത്ത മുച്ചിരി ഒന്ന് പാടിക്കൊടുത്ത് പാടി കാണിച്ചു കൊടുക്കാം ഇവന്റെ ഒറ്റ പാട്ടൊന്നുമില്ലേ ഇവന്റെ ഒറ്റ പാട്ട് അറിയില്ല ആമ്പിളാരെ പോലെ പാടി കാണിച്ചു കൊടുക്കാം മുച്ചിരി നിനക്കറിയാം അറിയില്ല അന്ന് വാസു ആ പറ ജോക്കി ഒന്ന് കണ്ടുപിടിച്ചു ഒന്ന് കരിയും അല്ലല്ല ഞാൻ എന്നാ ഒരു കാര്യം പറയാം നിങ്ങളെല്ലാം നിങ്ങളുടെ മൊറൈൽ ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിട്ട് ഞാൻ ജോഗിയെ കൊണ്ടൊരു പാട്ട് പാടിക്കും ജോഗി ഒരു പാട്ട് പാടി ഞാനൊന്ന് മുള്ളാൻ വേണ്ടി പോവാ നീ ജോക്കി ഒരു പാട്ട് പാടി ജോക്കി ഒരു പാട്ട് പാടിട്ട് പോ ഞാൻ പാട്ട് പാടാന്ന് പറയുന്നു അങ്ങനെ ഒരു പാട്ട് നമുക്ക് വേണ്ടി ചോദിക്കണം അണ്ണനാണ് ഇപ്പൊ പാടേണ്ടത്. ബോസണ്ണ എടാ ബോസണ്ണ എനിക്ക് പാടണമെങ്കിൽ എനിക്ക് നേരെ അങ്ങ് പാടിയാ മതി കേട്ടാ പാട്ട് പാടണം ഇപ്പൊ വാസന്റെ ഈഗോ ഞാൻ പാടത്തില്ല ഇനി ഞാൻ കൊന്നാലും പാടത്തില്ല ഇനി ഞാൻ കൊന്നാലും പാടത്തില്ല അന്ന അത് ചന്ദ്രു പാടാണ്ടിരിക്കാൻ പറ്റില്ല അറിവല്ലേ ഞാൻ വേറെ കാര്യം പറയാം അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം അപ്പൊ പറഞ്ഞ സ്ഥിതിക്ക് പറയുവാണേ അങ്ങനെയാണെങ്കിൽ എടാ ഞങ്ങളുടെ ഈഗോ ക്ലാസ് ഒക്കെ ഞങ്ങൾ പാട്ട് പാടാൻ അറിയാവുന്നവർ തമ്മിൽ തീർത്താ പോരെ അത് കഴിവില്ലാത്തവന്മാർക്ക് ആ സമയത്ത് മാറിയിരിക്കല്ലേ വേണ്ടത് മാറിക്കണം ഞങ്ങള് പാട്ട് പാടാൻ അറിയാവുന്നവർ അങ്ങോട്ടും ഇങ്ങോട്ടും പാടിക്കോളാം ആക്ച്വലി പാടുവണ്ണ അത് നീ ഒരു പാട്ട് പാടി പൈസ കൊടുത്ത് നിൽക്കണം നീ കൂടെ ഞാൻ എന്തോ നീ ഒരു പാട്ട് പാടി കേക്കട്ടെ ഞാൻ ബാത്റൂം സിംഗറാ അല്ല ആ മൈൻഡ് വരണമല്ലോ വസണ്ണ നല്ല പാടാൻ ബോബെ എനിക്ക് ഏബലിനെ പറ്റി എന്തോ എടാ അല്ല വർഷങ്ങൾക്ക് ശേഷമുള്ള ബോബ് സ്റ്റാറിന്റെ കമ്പാക്ക് ആണ് ബോബ് സ്റ്റാറിന് ഞാനൊരു ബോബ് സ്റ്റാർ ഒരു റാപ്പ് ഒരു അംശം വേണ്ട നീ റാപ്പ് പാടിയത് അംശം പാടാം എടാ സൈലൻസ് കീച്ച് അല്ലെ റേഡിയോയില് പാടില്ലേ വിട്ട് കേൾക്കുന്നേ കേക്കോ പാതാളം നൂറായാലും നീ എന്നെ വന്ന് കളിച്ചാലും പെണ്ണെന്നെ കടിച്ചാൽ ഞാൻ മുളകായി മാറും ഇല്ല നീ ഒന്ന് പിടിച്ചാൽ ഞാൻ ഇല്ലാണ്ടാകും മനസ്സിലെ ഒരു കെട്ടുന്നര വരുത്തി അവതാരം മനസ്സിലെ അടിച്ച് അടുത്തി അവതാരം എടാ നീ ഒരു മര്യാദക്ക് ഒരു റാപ്പ് പാടിയടാ ഒരു മര്യാദക്ക് ഒരു റാപ്പ് പഠിക്കപ്പിച്ചടാ ഏതായാലും മലയാളം റാപ്പ് മലയാളം ഏതാണ് എനിക്ക് സത്യം പറയാം ഏതാ നീ നന്നായിട്ട് അറിയാവുന്ന ഏതെങ്കിലും ഒരു പാട്ട് പഠിക്കപ്പിച്ചേ അന്ന് കീച്ചത് അത് കീച്ച് ഏതാടാ പറ ഏതാന്ന് പറയടാ നമ്മുടെ നമ്മുടെ പാട്ട് രണ്ടുപേരും പാട്ടുണ്ട് ഇറങ്ങാൻ എന്റെ ബോബിന്റെ ഇറങ്ങാൻ പോകുന്ന ട്രാക്ക് ഞങ്ങളൊരു 2 വരി എക്സ്ക്ലൂസീവ് ആയിട്ട് നിങ്ങൾക്ക് വേണ്ടി പാടി പോവുകയാണ് പാട്ടെഴുതിയതും പാട്ടെഴുതിയതും കമ്പോസ് ചെയ്തതും എല്ലാം ബോബ് സ്റ്റാർ ആലാപനം ബോബ് സ്റ്റാർ ഈഗിൾ ഗെയിമിംഗ് ഫൈനൽ മിക്സ് ആൻഡ് മാസ്റ്റർ ബൈ 68
രണ്ടുപേര് ജസ്റ്റ് രണ്ടുപേര് ബീറ്റ് ഒന്നുമില്ലാത്തോണ്ട് നിങ്ങക്ക് ചിലപ്പോ അലമ്പായിട്ട് തോന്നേ. ഓടി ഓടി എന്റെ കാലുമെല്ലാം തളർന്ന് ചാടി ചാടി എനിക്ക് എന്നെ തന്നെ മടുത്ത്. ഓടി ഓടി എന്റെ കാലുമെല്ലാം തളർന്ന് ചാടി ചാടി എനിക്ക് എന്നെ തന്നെ മടുത്ത്. കള്ളനല്ല കൊള്ളക്കാരനും കൂട്ടിക്കൊടുത്ത തറവാട്ടിയിലെ തമ്പുരാനുമല്ല ഞാൻ. മുന്നിൽ നിന്ന് എന്നെ പിന്നിലോട്ട് വലിച്ചിട്ട് വട്ടം കൂടി നിന്ന് പരസ്പരം പഴിച്ചു. ആണാ ഇത് എടാ നീ അവിടെ തന്നെ പാടിയല്ലോടാ. അതല്ലടാ കുറച്ചുകൂടെ മറ്റേ പാടായിരുന്നു. നീ എന്താ ഇങ്ങനെ പാടിയത്? ബാക്കി ഞങ്ങള് വീറ്റൊക്കെ ഇട്ട് പഠിക്കും വേണ്ടിട്ടോളാം അല്ലേ? ഓടി ഓടി കട്ട് ചെയ്തിട്ട് ട്രാൻസ്ഫോർമേഷൻ അടിക്കാം. അതെ, ഇവിടുന്ന് കട്ട് ചെയ്തിട്ട് നമുക്ക് ട്രാൻസിഷൻ നിന്റെ അലങ്കൃതം നിർത്തണേ. അപ്പൊ ഒരു പാട്ട് വരട്ടെ. എല്ലാരും ഇത്രയും പ്രായമുള്ള ഒരാളാണ് ഈ പാട്ട്. മാമന്റെ തോളിന്റെ മാറിയില കൈയെടുത്ത് പൊക്കുക അങ്ങോട്ട്. ഇതൊക്കെ എന്ത് ഇതൊക്കെ നോക്കി എനിക്ക് മനസ്സിലാവണില്ല. എടാ പിന്നെ ഒരു കാര്യം നമുക്ക് ആക്ച്വലി ഇന്ന് 2 റിക്രൂട്ട്മെന്റ് ആണ് പറഞ്ഞിരുന്നത്. രണ്ടാമത്തെ റിക്രൂട്ട്മെന്റ് എന്ന് പറയണത് കുറച്ച് അതൊരു ഭയങ്കര എന്നുവെച്ചാ എന്താ പറയാ, ഭയങ്കര ഒരു ഇനി ആ സ്ലോട്ട് ഫില്ല് ചെയ്യണം. നമുക്ക് ആ സ്ലോട്ട് ഫില്ല് ചെയ്യുമ്പോൾ അത്രയും നല്ലൊരാളെ നമുക്ക് കൊണ്ടുവരണം. തൽക്കാലം എല്ലാരും ഞാൻ പറഞ്ഞു പറ്റിച്ചതാണ്. അങ്ങനെ ഒരു റിക്രൂട്ട്മെന്റ് ഇല്ലെന്ന് ഒരു റിക്രൂട്ട്മെന്റേ ഉള്ളൂ. അതും ശരിയാ, അത് വലിയൊരു ശരിയാണല്ലേ. പിന്നെ കളറല്ലേ പിന്നെ കഴിഞ്ഞ് എവിടെ എന്തൊക്കെയുണ്ട് അലക്സേ, സുഖമാണോ? ഇവനൊരു പണ്ട് വാസവനെ എനിക്ക് ഇവരുടെ ഹിസ്റ്ററി ഉണ്ട് വാസവനെ. നീ ഹെലികോപ്റ്ററിന് താഴെ വരുമ്പോ വീഡിയോ ഉണ്ടാക്കൂടാ? നീയല്ലേ? അപ്പൊ ഞാൻ ഇതൊക്കെ ചോദിച്ചായിരുന്നു. അപ്പൊ അവൻ പറഞ്ഞ എല്ലാ ഫാൻ പേജുകളാണ്. ഇവനൊന്നും ചെയ്യാറില്ല. എങ്കിൽ മോനെ അലക്സേ, ഇനി നമുക്ക് സീരിയസ് കുറച്ച് കാര്യങ്ങളോട്ട് കിടക്കാം. വളരെ സീരിയസ് ആയിട്ടും ചിന്തിച്ചും ആലോചിച്ചും വേണം ഉത്തരം പറയാൻ. ഓക്കെ അല്ലേ മോനെ അലക്സേ? എല്ലാരോടും അതെ, കോമൺ ചോദ്യം. സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, നീ ഈ ഗ്യാങ്ങിന്റെ ഓപ്പോസിറ്റ് നിന്നിരുന്ന സമയത്ത് നിനക്ക് ഇവിടെ ഏറ്റവും ഇഷ്ടമുണ്ടായിരുന്ന ഒരു വ്യക്തിയുടെ ഒരു പേര്, ഇഷ്ടമല്ലാതെ ഇരുന്ന അല്ലെങ്കിൽ അത്ര വലിയ താല്പര്യം ഇല്ലാതെ ഇരുന്ന ആ ഒരു വ്യക്തിയുടെ പേരും കൂടെ പറഞ്ഞു. ആദ്യം ഇഷ്ടമുള്ള പറഞ്ഞു, പിന്നെ താല്പര്യം ഇല്ലാത്ത പറഞ്ഞു. ഡെസ്ട്രോ വൈ? കഴിഞ്ഞ പ്രാവശ്യം രസമായിരുന്നില്ലേ? അത് ടീം ഓടിച്ച പ്രോഡക്ട്സ് അല്ലായിരുന്നു. അവന്മാർ അങ്ങനെല്ലാം പറയുള്ളൂ. ഇതെന്തുവാ ഡെസ്ട്രോ ഇഷ്ടപ്പെടാനുള്ള കാരണം? സിറ്റിയിലുള്ള വൺ ഓഫ് ദ ബെസ്റ്റ് പ്ലെയർ ആണ്. ടിവിയിലുള്ള എല്ലാവരും ബെസ്റ്റ് അല്ലടാ.
അപ്പൊ ചന്ദ്രനൊക്കെ എന്താ അല്ല ഞാൻ ഒന്നാമത്തെ അത് ഞാൻ വേറെ പറഞ്ഞില്ലല്ലോ ഇല്ലാത്തത് ആ ഇഷ്ടമല്ലായിരുന്ന ആരെയാണ് ഇപ്പുറത്ത് വെളിയിൽ നിന്ന് കണ്ടപ്പോ അണ്ണന്റെ പേര് പറയുമ്പോ ഓണസൈഡ് പറയണം ഇത് അങ്ങനെ നിന്നെ ഒന്ന് ജഡ്ജ് ഇല്ല ധൈര്യമായിട്ട് പറഞ്ഞു. പാപ്പന്റെ പേര് പറയത്രേ. അവന് അവസരം കൊടുറാ പറയാൻ. കണ്ണാപ്പി കണ്ണാപ്പി ഇഷ്ടമല്ലാതെ കാരണം എന്താടാ? അയ്യോ അങ്ങനെയൊന്നും ഇല്ല. അലക്സ ഇത് ജഡ്ജ് ഒന്നും ചെയ്യത്തില്ലടാ, തുറന്നു പറഞ്ഞേ. അല്ല നോക്കി, അയ്യോ അങ്ങനെ ഇല്ലെന്ന് പറഞ്ഞിട്ട് നോക്കിയല്ല. നമ്മളെ കൊണ്ട് പറ്റില്ലെന്നേ. അതിന് മുകളിൽ എന്ത് ജഡ്ജ് ചെയ്യാൻ നോക്കി? അറിയാം അവന് പറയാൻ 100 കൂട്ടം കാര്യമുണ്ട്. അവൻ പറയാത്ത പറഞ്ഞ കൂടി പോകുന്നുള്ള പേടിയാണ് അവന്. അവനെ ഇഷ്ടപ്പെടുവോ? ഞാനൊരു കാര്യം പറയട്ടെ, കണ്ണാപ്പി ഇഷ്ടമല്ലെന്ന് ഒരാൾ പറയുന്നുണ്ടെങ്കിൽ അവ സത്യസന്ധനാ, അവ ഹോണസ്റ്റി ഉള്ള ഒരുത്തനാ. ബാക്കി എല്ലാം ഇപ്പൊ ഒരുത്തിനോട് കണ്ണാപ്പി ഇഷ്ടമാണെന്ന് ചോദിച്ചാൽ അവ ഇഷ്ടമാണെന്ന് പറഞ്ഞാൽ അവൻ കള്ളനാണെന്നാണ് അർത്ഥം. എനിക്കത് സത്യസന്ധത എനിക്ക് ഇഷ്ടപ്പെട്ടു. കണ്ണാപ്പിനെ ഇഷ്ടമുള്ള നമ്മുടെ ഗ്യാങ്ങിലുള്ള ആൾക്കാർക്ക് മാത്രമാണ്. എനിക്ക് അവനെ കണ്ടതൊക്കെ കണ്ടുകൂടാ. ജോക്കിക്കൊക്കെയാണ് എന്റെ അടുത്ത് പിണങ്ങി വരെ ഇരുന്നിട്ടുണ്ട് അവരുടെ അടുത്ത്. ആർക്കാണ് ഇഷ്ടം പറഞ്ഞത് നിനക്ക്? ഞാൻ നിങ്ങളുടെ അടുത്തൊരു കാര്യം പറയട്ടാ. എല്ലാ പ്രാവശ്യവും അപ്പാപ്പനെ ഈ ചോദ്യം ചോദിക്കുന്നത് വാസുവിനെ വിഷമിപ്പിക്കാനാണ്. വാസുവിനെ എപ്പോഴും പ്രതീക്ഷിക്കും. വാസുവിനെ എപ്പോഴും പ്രതീക്ഷിക്കും. അങ്ങനെ ഒരു പ്രതീക്ഷ എനിക്കില്ല ചന്ദ്ര. ഞാൻ ഒരു കാര്യം പറയട്ടെ ചന്ദ്ര, ഞാൻ പറഞ്ഞ കാര്യം കേട്ടോ. ഞാൻ പറഞ്ഞ കേട്ടോ. എന്നെ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ഗാങ്ങിൽ ഇരിക്കുന്ന ഒരാൾക്കും ഇഷ്ടപ്പെടൂല. എന്നെ ഇഷ്ടപ്പെടണമെങ്കിൽ ടി വിക്ക് അകത്ത് വരണം, മനസ്സിലായ? അല്ല ഓപ്പോസിറ്റ് ഇരിക്കുന്നവർക്ക് ഞാൻ എപ്പോഴും ചൊറിയൻ തന്നെയാണ്. അങ്ങനെ തന്നെ ഞാൻ നിൽക്കുള്ളൂ. അല്ലെങ്കിൽ വല്ല പെമ്പിള്ളാരും ആയിരിക്കണം. അതൊരു ഞാൻ വേണ്ട പറഞ്ഞാൽ കൂടി പോകും. വേണ്ട. എനിക്ക് അങ്ങനെ ഒരു പ്രതീക്ഷയില്ല. ഹോണസ്റ്റ് ആയിട്ട് പറഞ്ഞാൽ മതി ചോദിക്കുന്ന ചോദ്യത്തിന്, മനസ്സിലായ? അപ്പൊ എന്തായാലും അലക്സെ വെൽക്കം ടു ടി വിയെ. പോയാ? ഇല്ല ചോദ്യം കൂടെ ഉണ്ടായിരുന്നു, പിന്നെ അത് വേണ്ട. ചോദിച്ചോ. അല്ല അലക്സേ, അല്ല അത് കോൺട്രവേഴ്സി ഒന്നുമല്ല. അതൊന്നും ശുദ്ധ ചോദ്യം. വൈ ടി വിയെ പറഞ്ഞോടാ. നല്ല ഓപ്പർച്യൂണിറ്റി ആയിട്ട് വൈ നോട്ട് ടി വി. ഇപ്പൊ വേറെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ പുറത്തുണ്ട്. അതുകൊണ്ട് വെറുതെ അവനെ ഇതാക്കി നമുക്ക് സംസാരിപ്പിച്ച് വേടാക്കണ്ട. കൊറേ അമ്മമാര് അവന്റെ വായിന്ന് എന്തെങ്കിലും വീഴുന്നെന്ന് നോക്കി ഇരിപ്പുണ്ട്, മനസ്സിലായ? അതുകൊണ്ട് വേറെ അവൻ അങ്ങനത്തെ ഒന്നത്തെ കാര്യം, ഇവൻ അവിടെ നിൽക്കുമ്പോഴാണെങ്കിലും അങ്ങനെ വലുതായിട്ട് കൊണയ്ക്കാനും സംസാരിക്കാനും അധികം പോവാറില്ല. ഓ ഇല്ല, അയ്യോ അതല്ല പറഞ്ഞ വാസുമോനെ. ആ വീഡിയോ വന്നപ്പോ പാവം എനിക്ക് മെസ്സേജ് പറയാം, അപ്പ ഞാൻ അത് തമ്മിൽ ഒരു ബന്ധവുമില്ല, ഏതോ ഒരു നാറി എഡിറ്റ് ചെയ്ത വീഡിയോ ആണെന്നത്. അലക്സിന് ഒരു ആഗ്രഹം ഉണ്ടെന്ന്. എന്തായിരുന്നു അലക്സ് ഇതിന്റെ ആഗ്രഹം? പറ. TDM കൊണ്ടുവരണോ? ഇപ്പൊ എത്ര മണി വരെ ടി ഡി ഉള്ളേ? 2 മണിക്ക് വരുന്നെന്ന് പറഞ്ഞിട്ട്. ടിഡിയും കളിക്കാൻ ഇതുള്ളവന്മാര് അങ്ങനെ കളിച്ചാൽ മതി. പിന്നെ വൈകുന്നേരം ഒറ്റ ഒരുത്തല്ല, എല്ലാ അവന്മാരും കുത്തി TDM-നകത്ത് ഇരിക്കുക. അല്ലണ്ണ ലേറ്റ് നൈറ്റ് വെക്കാൻ പറ്റും. സേഫ് സോൺ ആയതിനു ശേഷം ഇതാക്കി കൊടുക്കാം. അത് ഞാൻ പറഞ്ഞുതരാം. ഇപ്പോഴത്തെ ഒരു ഇത് വെച്ചിട്ട് സർവർ റീസ്റ്റാർട്ട് ആകുമ്പോഴാണ് സ്ക്രിപ്റ്റ് മാറി തിരിഞ്ഞും കയറുന്നത്, മനസ്സിലായോ? നമ്മളിപ്പോ ഒരു പരിപാടി ചെയ്യുന്നുണ്ട്. അത് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഉദ്ദേശിക്കുന്ന സമയം എന്ന് പറഞ്ഞാൽ 8 മണി തൊട്ട് രാത്രി 2 മണി വരെ. ആ ഒരു ടൈം പീരീഡില് അവർക്ക് TDM കളിക്കാൻ പറ്റില്ല. അത് കഴിയുമ്പോ അവർക്ക് കളിക്കാൻ പറ്റും. റീസ്റ്റാർട്ട് കഴിഞ്ഞാൽ 8 മണി വരെ അവർക്ക് TDM കളിക്കാം, പക്ഷെ 8 തൊട്ടിട്ട് പറ്റത്തില്ല. അപ്പൊ ഒരു മിനിറ്റ് ഗൈസ്, ഞാൻ നിങ്ങളുടെ എല്ലാവരും ഒരു കാര്യം പറയാം. 2 റിക്രൂട്ട്മെന്റ് ഉണ്ടെന്ന് പറഞ്ഞത് കള്ളത്തരമല്ല. ഒരു റിക്രൂട്ട്മെന്റ് ഉണ്ട് TVL, ഒരു റിക്രൂട്ട്മെന്റ് ഉണ്ട് TVL. പക്ഷെ അത് ഞാൻ ഇന്ന് അനൗൺസ് ചെയ്യാനല്ല, ഞാൻ അത് പറയാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത്. സോ ആ ഒരു
ആ റിക്രൂട്ട്മെന്റ് സംതിങ് സ്പെഷ്യലാണ്. വിൽ ബി അനൗൺസ് സൂൺ. ഞാൻ ഉറപ്പായിട്ടും അത് അനൗൺസ് ചെയ്യും. ടൈം ആയിട്ടില്ല, അതിന്റെ ടൈം ആയിട്ടില്ല. അപ്പം അത് ഞാൻ ഉടനെ അനൗൺസ് ചെയ്യും. എടാ ഒരു മിനിറ്റ്. അപ്പോൾ അത് ഉടനെ അനൗൺസ് ചെയ്യും. സോ ഇതാണ് ഇപ്പോഴത്തെ ഇന്നത്തെ കാര്യം. ഞാൻ ഇത് പെട്ടെന്ന് മെയിൻ ആയിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ 2 ദിവസത്തേക്ക് ഞാൻ ആക്റ്റീവ് ആയിരിക്കത്തില്ല. അപ്പം എന്താ ഈ അലക്സിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ പറഞ്ഞല്ലോ, നമ്മൾ അവരെ പുതിയ ഗ്യാങ് തുടങ്ങുവാണ്. അതിൽ നിന്ന് വിളിച്ചുകൊണ്ട് വരുമോ അതല്ല നമ്മൾ അങ്ങനെ പോയി വിളിച്ചതൊന്നും അല്ല. സത്യമായിട്ടും എനിക്കങ്ങനെ അതിൻ്റെ ആവശ്യമില്ല. ഞാനത് എവിടെ വേണേലും പറയാം, എനിക്കതിൻ്റെ ആവശ്യമില്ല. അങ്ങനെ ചെയ്തൊരു റിക്രൂട്ട്മെന്റ് അല്ല. ഞാൻ ഇനി കുറച്ച് ദിവസത്തേക്ക് ആർപിയിൽ ആക്റ്റീവ് അല്ലാത്തത് കൊണ്ട് ഞാൻ ഈ പോകുന്നതിന് മുമ്പ് ഈ റിക്രൂട്ട്മെന്റ് അനൗൺസ് ചെയ്ത് ഇന്ന് അതുപോലെ സ്ലോട്ട് ഇന്ന് മാറ്റിയിടുന്ന ദിവസവും കൂടെ, മനസ്സിലായോ? ഇന്ന് സ്ലോട്ട് മാറ്റിയിടുന്ന ദിവസത്തോടെ ആയതുകൊണ്ട് ഈ പറയണത് പോലെ അവനെ ഇന്ന് കയറ്റി ലിസ്റ്റിലിടാമല്ലോ. അപ്പം പോയിട്ട് ഞാൻ വരുമ്പോഴത്തേക്കിന് ഇവർക്ക് സിറ്റുവേഷൻസ് ഒക്കെ കളിക്കുകയും ചെയ്യാം, എല്ലാം ചെയ്യാം. അതുകൊണ്ടാണ് ഇന്ന് ഈ പറയണത് പോലെ ഇന്ന് തന്നെ അനൗൺസ്മെന്റ് ഇട്ടത്. ഇന്നലെയാണ് ലിറ്ററലി സേതു അലക്സിന്റെ കാര്യം പറഞ്ഞത് എൻ്റെ അടുത്ത്. ഞാൻ അലക്സിനോട് അങ്ങനെ സംസാരിച്ചിട്ട് പോലുമില്ല. ന്യൂ ബേബിയാ, ഒരു എണ്ണത്തിനെ വളർത്താൻ പറ്റണില്ല, കിടന്ന് ഓടണം അവൻ. ന്യൂ ബേബി അവൻ്റെ. അപ്പം അതുകൊണ്ടാണ് ഇന്നലെ ഞാൻ സത്യമായിട്ട് ഞാൻ സീരിയസ് ആയിട്ട് പറയാം കേസ് ഉണ്ട്. ഞാൻ ടി വിയിൽ ഏറ്റവും ലീസ്റ്റ് ആയിട്ട് സംസാരിച്ചിട്ടുള്ളതിൽ 2 പേരെന്ന് പറഞ്ഞാൽ ഒന്ന് അസൻഷിയോയും ഒന്ന് ഇപ്പം അലക്സും ആയിരിക്കും. അലക്സിനോട് ഞാൻ സംസാരിച്ചിട്ടില്ല ഇതുവരെ. അസൻഷിയോട് ഞാൻ അപ്പാപ്പനാണ് സംസാരിച്ചതും കാര്യങ്ങളും ഒക്കെ. പറയടാ. ഒരു കാര്യം ചോദിക്കാനാ, ഇന്ന് ഇതുണ്ടാ എന്ത് ഡ്രൈവിംഗ് ഉണ്ടാ? എടാ ഇന്നില്ല, എനിക്ക് രാവിലെ പോകണം. എടാ നിങ്ങൾ കുറച്ചേരം ഫ്രീ ആണെങ്കിലേ നമുക്ക് മറ്റേ ഗെയിം കളിച്ചാലോ കുറച്ചു നേരം? വീസിലോട്ട് ഞാൻ അങ്ങോട്ട് വരാം. അപ്പോ ഇവരുടെ അടുത്ത് ഇന്നലെ സേതു ഇങ്ങനെ വന്നൊരു കാര്യം പറഞ്ഞപ്പോൾ ഗൈസ് ഞാൻ വലുതായിട്ട് അങ്ങനെ ആലോചിക്കുന്നില്ല. കാരണം ഞാൻ എല്ലാ ഗ്യാങ്സിൻ്റെയും PvP കാണാറുള്ളതെന്ന് ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. കാരണം ടി വിയിൽ എല്ലാ പ്ലേയേഴ്സിനെയും ഞാൻ കൊണ്ടുവന്നതും അങ്ങനെ തന്നെയാണ്. എല്ലാ PvP ഈ സിറ്റിയിൽ മാത്രമല്ല, വെളിയിലത്തെ സിറ്റിയിലും ബാക്കിയുള്ളിടത്തല്ല, GTA കമ്മ്യൂണിറ്റിയിൽ ഞാൻ അത്യാവശ്യം നന്നായിട്ട് കളിക്കുന്ന എല്ലാവരും ഞാൻ നോട്ട് ചെയ്ത് വെക്കാറുണ്ട്. സോ അപ്പോൾ അലക്സിനെ എനിക്കറിയാം. എനിക്ക് അങ്ങനെ പേഴ്സണലി അവൻ്റെ അടുത്ത് പരിചയമില്ല. ഞാൻ ഇപ്പോഴും അവനോട് അങ്ങനെ അധികം സംസാരിച്ചിട്ടൊന്നുമില്ല. എനിക്കിത് കഴിഞ്ഞിട്ട് വേണം ഇവിടുത്തെ കാര്യങ്ങളും ഇവിടുത്തെ ഇതെല്ലാം എന്താണെന്നൊന്ന് പറയാൻ വേണ്ടിയിട്ട്. ഞാൻ ഈ പെട്ടെന്ന് ഈ റിക്രൂട്ട്മെന്റ് ഇട്ടതെന്ന് പറഞ്ഞാൽ ഈ പോകുന്ന സമയത്തും അല്ലെങ്കിൽ സ്ലോട്ടിൽ ഒരാൾ കളിച്ചോട്ടെ എന്നുള്ളൊരു രീതിയിലാണ് പെട്ടെന്ന് ഇതാക്കിയത്. ക്ലൂ കഴിച്ച് ഞാൻ എന്തായാലും അടുത്ത പോയിട്ട് വന്ന ഉടനെ ഞാൻ അടുത്ത ലൈവിൽ പറയാം. ഓക്കെ, അപ്പോൾ അതേ ഉള്ളൂ. നിങ്ങൾ വേറെ അങ്ങനെ ഒരു ഇതായിട്ട് എടുക്കണ്ട. പിന്നെ ഞാൻ ഇപ്പം എനിക്ക് ഗ്യാങ് കുറച്ച് പ്രോപ്പറായിട്ട് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ ഇത് ഇത്രയും നാൾ എടാ എലക്ഷൻ ഒരു മിനിറ്റടാ ഇപ്പം ഈ ഗ്യാങ് കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ ഇവിടെ ഒരു കോമ്പറ്റീഷൻ വേണമെന്ന് തോന്നി തുടങ്ങി കഴിച്ച്. അതെനിക്ക് ഇപ്പോഴല്ല, കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് തൊട്ട് എനിക്കത് തോന്നി തുടങ്ങിയതാണ്, കുറച്ച് റിക്രൂട്ട്മെന്റ്സിന് മുന്നോട്ടെ. കാരണം നമ്മൾ എത്രയൊക്കെ കമ്മിറ്റ്മെന്റോടുകൂടി എടുത്താലും ഈ റേഡിയോക്കകത്ത് ആൾക്കാരെ വിളിച്ച് കയറ്റേണ്ട ഒരു അവസ്ഥ. സരക്കല്ല കേസ്, അത് ഞാൻ പറഞ്ഞു ഓൾറെഡി. നിങ്ങളത് വീണ്ടും എന്നെ സ്പാം ചെയ്ത് എന്നെ കൊണ്ട് വെറുതെ ചുമ്മാ ഇങ്ങനെ പഴയ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യിപ്പിക്കാതെ കേസ്. സരക്കിനെ ഞാൻ ഓൾറെഡി ഞങ്ങളുടെ കാര്യം പറഞ്ഞതാണ്. എനിക്കത് ഇനി വീണ്ടും ഇതിനകത്തോട്ട് ട്രാക്ക് ചെയ്യാനുള്ള താല്പര്യമില്ല. പ്ലീസ് അതൊന്ന് ചാറ്റിൽ നിന്ന് വിട് പ്ലീസ്, ദയവ് ചെയ്ത്. അതല്ല സരക്കല്ല, അത് ഓൾറെഡി ഞാൻ പറഞ്ഞു കഴിഞ്ഞതാണ് എൻ്റെ കാര്യം. ഹലോ സനിയ പറ. എന്താണ്, തിരക്കാണോ? സനിയ ഞാൻ കുറച്ച് തിരക്കിലായിരുന്നു. ഞാൻ ഇന്ന് ഇറങ്ങാൻ പോവായിരുന്നു. ഇന്ന് ഞാൻ അധികം നേരം ഇല്ല, ഞാനിപ്പോ ഇറങ്ങുവാ. ആണോ? ഓക്കെ, അപ്പൊ പിന്നെ കാണാം. ഓ പിന്നെ കാണാം. ഞാൻ അത്ര നേരമായിട്ട് വിളിച്ചില്ല, ഇന്നലെയും വിളിച്ചില്ല. ഞാൻ 2 ദിവസമായിട്ട് കുറച്ച് തിരക്കില്ല. ഞാൻ പറഞ്ഞ സനിയ, എനിക്ക് ഈ ഗ്യാങ് കാര്യങ്ങൾ ഉള്ളത് കൊണ്ട് അത് കഴിയുമ്പോൾ മാത്രമേ എനിക്ക് ഫ്രീ ആകുമ്പോൾ പേഴ്സണൽ ടൈം കിട്ടുമ്പോൾ മാത്രമേ എനിക്ക് ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ പറ്റുള്ളൂ. ഓക്കെ ശരി, ഫുഡ് കഴിച്ചു. ഒരു മിനിറ്റ്. ഹലോ, ഫുഡ് കഴിച്ചായിരുന്നു സനിയ, ഞാൻ അറിയാതെ കൈ തട്ടി കട്ടായി പോയതാ. എന്താ കഴിച്ചേ? ഇടിയപ്പം പൊട്ട റോസ്റ്റും. അതാണ് സ്പെഷ്യൽ ഗാംഗോസിൽ? അതാ ഇന്ന് ഗാംഗോസിൽ അതാ സ്പെഷ്യൽ. ഇന്ന് കുറെ പേര് വന്നായിരുന്നേ, അപ്പൊ അതാണ് ഇന്ന് ഉണ്ടാക്കിയത്. ഓക്കെ, അപ്പൊ ഞാൻ വിളിക്കാം സാനിയ. ഓക്കെ, വിളിച്ചാൽ കാണാം. അപ്പൊ ഇത്രയാണ് കാര്യം, ഇത്രയാണ് എനിക്ക് പറയാനുള്ളൊരു കാര്യം. അപ്പം അത് അങ്ങനെ ദയവേത് അങ്ങനെ കൺസിഡർ ചെയ്തെടുക്കുക.
ആൻഡ് എനിക്കറിയാം വിവരമില്ലാത്ത കുറേ എണ്ണം ഇവൻ്റെ ഡിസിഷനെ റെസ്പെക്റ്റ് ചെയ്യാതെ വന്നിരുന്ന് സംസാരിക്കും. ഇനി അവന് നല്ലൊരു സൈബർ ബുള്ളിങ് ആയിരിക്കും കിട്ടാൻ പോകുന്നത്. സോ അവന് ഞാൻ പറയാം, കളിച്ച ഗ്യാങ്ങിനോട് കമ്മിറ്റ്മെൻറ്റും സ്നേഹവും ഉള്ളതുകൊണ്ടാണ് അവനിവിടെ ഒന്നും മിണ്ടാതിരിക്കുന്നത്. മനസ്സിലായോ? ലൈക്ക് അവന് പറയാനാണെങ്കിൽ ഇപ്പം എന്തെങ്കിലും മോശം പറയാനാണെങ്കിൽ അവനറിയാം ഇവിടെ അവന് സപ്പോർട്ട് ഉണ്ടാവും അല്ലെങ്കിൽ ബാക്കിയുള്ളത് ഉണ്ടാവും എന്നുള്ളൊരു കാര്യം അറിയാം. അവനൊന്നും മിണ്ടാതെ അവൻ അത്രയും റെസ്പെക്റ്റോടു കൂടിയാണ് അവൻ അവിടെ നിന്നതും. അവൻ എന്നോട് പേഴ്സണലി പറഞ്ഞതും അതാണ്. സോ പക്ഷേ ഒരു കൂട്ടം ഇന്ന് അവനെ നല്ലതുപോലെ ഹോണ്ട് ചെയ്യും, അതെനിക്ക് നന്നായിട്ട് അറിയാം. സോ നിങ്ങൾ വേണം, നമ്മുടെ ഓഡിയൻസ് വേണം അവനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ അവനോട് ഉണ്ടെങ്കിൽ കഴിച്ച് ഞാൻ സീരിയസ് ആയിട്ട് പറയാണ്, അവനിവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ അതിൻ്റേതായിട്ടുള്ള കാരണങ്ങളുണ്ട്. നമുക്ക് ഒരാളുടെ പേഴ്സണൽ കാര്യങ്ങളെല്ലാം വിളിച്ച് ലൈവിൽ പറയുന്നതിനോട് എനിക്ക് വലിയ താല്പര്യമില്ല. മറ്റേ ഈ സഹതാപ പരിപാടി കൊണ്ടുവരാൻ എനിക്ക് താല്പര്യമില്ല. അവൻ ഈ ഗ്യാങ്ങിൽ നിൽക്കുന്നുണ്ടെങ്കിൽ അവനോട് ഡിസേർവ്ഡ് ആണ്. ആൻഡ് അതിനൊരു റീസണും ഉണ്ട്. അത് അവൻ ലൈവ് വരുമ്പോൾ അവൻ്റെ കാര്യങ്ങൾ തുറന്ന് പറയും ഗൈസ്. അപ്പം അവൻ്റെ ലൈവ് നിങ്ങൾ ഒന്ന് പോയി കണ്ട് അവന് പറയാനുള്ള കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ അതൊന്ന് കേൾക്കുക. സോ അത്രേ എനിക്ക് പറയാനുള്ളൂ. ഈ റിക്രൂട്ട്മെൻറ്റിനെ പറ്റി അത്രേ പറയാനുള്ളൂ. ആൻഡ് നല്ലൊരു പ്രോപ്പർ ലൈനപ്പ് ബിൽഡ് ചെയ്യുക എന്നുള്ളതാണ് എനിക്കൊരു ലീഡർ എന്നുള്ള രീതിയിൽ എൻ്റെ റെസ്പോൺസിബിലിറ്റി. ആൻഡ് ഞാനത് കറക്റ്റായിട്ട് ചെയ്തു കൊണ്ടുപോകണം. ആൻഡ് എനിക്ക് ഇനി അങ്ങോട്ട് ഇപ്പം ഞാൻ മെയിൻലി കുറച്ച് പുതിയ, അതായത് നീല്, അസൻഷ്യോ, ഇവർ 3 പേര്, അലക്സ് 3 പേര്, ഇവരിപ്പോഴും പ്രോപ്പർ, നീലും അസൻഷ്യോയും ഇപ്പോഴും എല്ലാ മെമ്പേഴ്സുമായിട്ടും പ്രോപ്പർ സിങ്കായി വരുന്നതേ ഉള്ളൂ. അപ്പോൾ ഇനി ഷെയ്ക്കിനോട് ഞാനിത് സംസാരിച്ചിട്ടില്ല ലിറ്ററലി. ഷെയ്ക്കിന്ന് അവൈലബിൾ അല്ലായിരുന്നു. മാക്കാണ് എന്നോട് വിളിച്ച് സംസാരിച്ചത്. മാക്കിനോട് വിളിച്ച് സംസാരിച്ചപ്പം ഞാൻ ഓൾറെഡി മാക്കിനോട് കാര്യം പറഞ്ഞായിരുന്നു. പിന്നെ പേഴ്സണൽ ഇൻട്രസ്റ്റ് ആണല്ലോ ഓരോരുത്തർ എവിടെ കളിക്കണമെന്ന്. ഞാൻ ടി വി എന്നൊരാൾ നാളെ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഇതിനു മുമ്പും പറഞ്ഞിട്ടുള്ള കാര്യമാണ്, ടി വിയുടെ മുകളിൽ വേറൊരു ഓപ്പർച്യൂണിറ്റി കിട്ടുന്ന ഒരു ഗ്യാങ് വരുവാണെങ്കിൽ എൻ്റെ ഇതിനകത്ത് മെമ്പേഴ്സ് ഫീൽ ഫ്രീ ടു ലീവാണ്. ഞാൻ അവിടെ ഇരുന്ന് അപ്പോൾ അപരാധം പറയാൻ പോകത്തില്ല. കാരണം എനിക്ക് വിഷമം ഉണ്ടാവും, അല്ലെങ്കിൽ ഈ പറയണത് പോലെ പെട്ടെന്ന് അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ അതിൻ്റെ കാര്യം അവർക്ക് പറയാം. പക്ഷേ എക്സ്ട്രീം ഒരു ഇതായിട്ട് പറയാനില്ല. നീല സെറ്റാണ് എടാ, നീല സെറ്റായി വരുന്നുണ്ട്, അവ സെറ്റായി വരുന്നുണ്ട്. ഞാൻ പറയുവാണ്, അതിനുശേഷം വന്ന മെമ്പേഴ്സിനെ എനിക്ക് കുറച്ചും കൂടി എൻ്റെ ബാക്കിയുള്ള മെമ്പേഴ്സായിട്ട് സിങ്ക് ആക്കി കൊണ്ടുവരാൻ ഉള്ളൊരു സമയം വേണം എനിക്ക്. നീല് സെറ്റ് എനിക്കറിയാം, ഞാൻ അങ്ങനെ പറഞ്ഞതല്ല, നീല് തൊട്ടുള്ള റിക്രൂട്ട്മെന്റ് എന്നുള്ള രീതിയിൽ ഞാൻ പറഞ്ഞതാ. ഓക്കെ ഓക്കെ അപ്പം ഇത്രയേ ഉള്ളൂ പറയാൻ വേണ്ടിയിട്ട്. ഞാൻ അപ്പോൾ നമുക്ക് സിറ്റിയിൽ നിന്ന് ഇറങ്ങിയിട്ട് മറ്റേ പെയിന്റ് അടിക്കുന്ന കളി ഉണ്ടല്ലോ, ഒളിച്ചിരിക്കുന്നത്, നമുക്ക് അത് ഞാൻ കുറച്ച് നേരം കളിക്കാം. ഇപ്പം എത്രയായി? 11:38. ഒരു 12:30 വരെയൊക്കെ മാക്സിമം ഞാൻ ഇരിക്കാം. അതിൽ കൂടുതൽ ഇരിക്കാൻ എനിക്ക് എന്തായാലും പറ്റൂല ഗൈസ്. കാരണം രാവിലെ 6 മണിക്ക് അവിടെ എത്തണം. അപ്പോൾ ഇവിടുന്ന് ഏകദേശം ഒരു 1 മണിക്കൂറുണ്ട്. മനസ്സിലായ? അപ്പോൾ എടാ വാ, വെളിയിലോട്ട്. വാർച്ചാറ്റിലിട്ടില്ല, വാർച്ചാറ്റിലൊക്കെ ഇട്ടു. ഹലോ അണ്ണാ കേക്കാവോ? കേക്കാം. ആരാ? അണ്ണാ എന്റെ പേര് ജോയൽ എന്നാണ്. പറഞ്ഞോ ജോയലെ, എന്തു പറ്റി? ഞാൻ ഇച്ചിരി മുമ്പ് 3-4 ഫോട്ടോ അയച്ചിട്ടുണ്ടായിരുന്നു, കണ്ടായിരുന്നു? കണ്ടായിരുന്നു. ഇല്ലടാ, എനിക്കിപ്പോ അങ്ങനെ അത്ഭുതം ഇല്ലടാ. കാരണം നേരത്തെ അതല്ല പറഞ്ഞു, അണ്ണൻ വെടിവെക്കാനായിട്ട് എടുത്തവനല്ലേ. അതാ ഞാൻ പറഞ്ഞു, എനിക്കിപ്പോ അങ്ങനെ അത്ഭുതം ഇല്ലെന്ന്. ഞാനെന്നാ കൂടെ പോയി അവർ 2 പേരുടെയും കൂട്ടത്തിൽ. ഞാൻ സിറ്റിന്ന് എക്സിറ്റ് അടിച്ച് പോകുമായിരുന്നു, അതുപോലത്തെ ക്ലിഞ്ചടിയായിരുന്നു. കഷ്ടം തന്നെ. എടാ, ഞാൻ എപ്പോഴേലും ഇങ്ങനത്തെ പോക്കരത്തിലൊക്കെ ചെയ്യുന്ന നീയൊക്കെ കണ്ടിട്ടുണ്ടോ? ദർശന അടുത്തൊക്കെ ഞാൻ ഇങ്ങനെ ഒലിപ്പിക്കുന്നത് നീ കണ്ടിട്ടുണ്ടാ? ഒരു മിനിറ്റ് ഗൈസ്, ഓക്കേടാ ഗൈസ്, ഒരു കോള് വരുന്നു, ഒരു മിനിറ്റ്. ഓ പപ്പട പറ. ഇല്ല പറ. എങ്ങോട്ട്?
പപ്പടവും ബാലനും ഒക്കെ ഒരുമിച്ച് അവര് ട്രിവാൻഡ്രത്ത് കണ്ടുമുട്ടിയപ്പോ വിളിച്ചതാണ് ഗൈസ്. എടാ സിറ്റി ഇറങ്ങാം ബാ. ഇന്ന് അതാണ് കാണാത്തത് ചേട്ടാ. അവര് ബാർമേറ്റ്സ് അല്ലടാ അവര് TV ഒന്നും ഇല്ലല്ലോ. അവര് ബാർമേറ്റ്സ് അല്ലേ? ബാറിൽ കണ്ടുമുട്ടിയപ്പോ വിളിച്ചതാണ് എന്നെ സ്നേഹപ്രകടനത്തിന്. നമുക്ക് VC-ലോട്ട് ചെല്ലാം. ഹലോ ഇൻഫെക്ഷൻ കേട്ടോ. നമ്പർ പിന്നെ 100 വെയിറ്റ് 200. ഹലോ എടാ ഈ ഗെയിം എവിടെ സ്റ്റീമിലാണോ? സ്റ്റീമിലുണ്ട്. സെൽഫ് സ്ട്രീം എത്രടാ? അത് 300 മതി. 300 ആക്കി. ഇതോ സ്ക്രീൻ ഞാൻ ഇട്ടിട്ടില്ല. അത് 30. അത് ലാസ്റ്റത്തെയാ. ലീക്ക് ഇടുന്നു. ഇത് 40. അല്ല അത് 20. നിങ്ങൾ പപ്പടത്തിന്റെ കാര്യമാണ് പറയണേ. എടാ അവനിപ്പോ വേറെ പുതിയ ഗ്യാങ് കളിച്ചോണ്ടിരിക്കുക.